أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നഹ്വ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരുപാട് ചോദ്യങ്ങൾ ഈ അടുത്ത കാലങ്ങളിലായി PSC എക്സാമുകളിൽ നഹ്വുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ വളരെയേറെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് നഹ്വ്. നമ്മുടെ സിലബസിൽ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അൽ കലിമത്തു വ അൻവാഉഹ എന്നുള്ള വിഷയമാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ മുൻകഴിഞ്ഞ പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ ഉതകുന്ന രൂപത്തിലാണ് നമ്മൾ ഈ ക്ലാസ് തയ്യാറാക്കുന്നത്. പരമാവധി അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അൽ കലിമത്തു വ അൻവാഉഹ, അറബി ഭാഷയിലെ കലിമത്തുകളും കലിമത്തിൻ്റെ ഇനങ്ങളുമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അൽ കലിമത്തു സലാസത്തു അൻവാഇൻ ഇസ്മുൻ വ ഫിഅലുൻ വ ഹർഫുൻ. കലിമത്തുകൾ 3 ഇനങ്ങളാണ്: ഇസ്മ്, ഫിഅൽ, ഹർഫ്. ഇസ്മ എന്ന് പറഞ്ഞാൽ കുല്ലു ലഫ്ദിൻ യുസമ്മാ ബിഹി ഇൻസാനുൻ ഔ ഹയവാനുൻ ഔ നബാത്തുൻ ഔ ജമാദുൻ ഔ അയ്യു ഷൈഇൻ ആഖർ. ഏതൊരു പദത്തെക്കുറിച്ചും ഇസ്മ എന്ന് പറയാം. കുല്ലു ലഫ്ദിൻ, എങ്ങനെയുള്ള പദങ്ങളാണ്? യുസമ്മാ ബിഹി ഇൻസാനുൻ, ആ പദം കൊണ്ട് ഒരു മനുഷ്യന് പേര് വച്ചിരിക്കുന്നു. ഔ ഹയവാനുൻ, അല്ലെങ്കിൽ ഒരു ജീവിക്ക്. ഔ നബാത്തുൻ, അല്ലെങ്കിൽ ഒരു സസ്യത്തിന്. ഔ ജമാദുൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അചേതന വസ്തുവിന്. ഔ അയ്യു ഷൈഇൻ ആഖർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു പേരായി വെക്കപ്പെട്ടിട്ടുള്ള എല്ലാ കലിമത്തിനും ഇസ്മ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മറ്റൊരു നിർവചനം, കുല്ലു കലിമത്തിൻ തദുല്ലു അലാ മഅനൻ ഫീ നഫ്സിഹി, സ്വന്തമായി ഒരു അർത്ഥമുള്ള കലിമത്ത്. ഗൈറ മുഖ്തരിനിൻ ബി അഹദിൽ അസ്മിനത്തി സലാസത്തി, 3 കാലങ്ങളിൽപ്പെട്ട ഒരു കാലത്തിൻ്റെ മേലിലും അറിയിക്കാതെ, കാലങ്ങളുടെ മേലൊന്നും അറിയിക്കാതെ സ്വന്തമായി അർത്ഥമുള്ള കലിമത്തുകൾക്കാണ് ഇസ്മ എന്ന് പറയാം. അത് ഫിഅലിനെ പുറത്താക്കാനാണ് ഗൈറ മുഖ്തരിനിൻ ബി അഹദിൽ അസ്മിനത്തി സലാസത്തി എന്ന് പറയുന്നത്. ഫീലുകൾ സ്വന്തമായ അർത്ഥമുണ്ടാകുമ്പോൾ തന്നെ കാലത്തിന് മേലും അറിയിക്കും. ഉദാഹരണത്തിന് ലറബ, അടിച്ചു എന്ന് പറയുമ്പോൾ ഒരു അടിക്കുക എന്നൊരു പ്രവൃത്തിയുടെ മേലും അറിയിക്കുന്നുണ്ട്. ഒരു കഴിഞ്ഞ കാലത്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാലത്തിൻ്റെ മേലും അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ കാലത്തിന് മേലൊന്നും അറിയിക്കാതെ സ്വന്തമായി അർത്ഥം നൽകുന്ന പദങ്ങൾക്കാണ് ഇസ്മ എന്ന് പറയാം. അത് ഇൻസാനെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ചുള്ള പേരാവാം, അല്ലെങ്കിൽ ജീവികളെക്കുറിച്ചാവാം, സസ്യങ്ങളെക്കുറിച്ചാവാം, എന്തും ആവാം. നമുക്കൊരുപാട് ഉദാഹരണങ്ങൾ നോക്കാം. ഉമ്മ്, എല്ലാവർക്കും അറിയാം, ഉമ്മയാണ്. ഉമ്മ പറഞ്ഞാൽ മഹ്റൂമ് എന്ന് പറഞ്ഞാൽ അകറ്റപ്പെട്ടവൻ, തടയപ്പെട്ടവൻ, റഹ്മത്തിനെ തൊട്ട് തടയപ്പെട്ടവൻ എന്നർത്ഥം. ഇബ്രാഹിം ഒരു പ്രവാചകൻ്റെ പേരാണ്. മുബഅദ് അകറ്റപ്പെട്ടവൻ, റഹ്മത്തിനെ തൊട്ട് അകറ്റപ്പെട്ടവൻ. സബൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഉപഭോക്താവ് എന്നാണ്. മുർലിയ് മുല കൊടുക്കുന്ന സ്ത്രീ. ഫല്ലാഹ് കൃഷിക്കാരൻ. അജൂസ് വൃദ്ധ. ഹരിമുൻ വൃദ്ധൻ. അഖീം മച്ചി, കുട്ടികളിൽ ഉണ്ടാവാത്തവൻ എന്നർത്ഥം അഖീം. ആഖിറും അത് തന്നെയാണ് അർത്ഥം, കുട്ടികളില്ലാത്തവൻ. അബ്തറു അത് തന്നെയാണ് അർത്ഥം, കുട്ടികളില്ലാത്തവൻ. തൊബീബ് രോഗി. മുമരിളത്ത് നേഴ്സ്. ഇതെല്ലാം
മനുഷ്യരെ സൂചിപ്പിക്കുന്ന ഇസ്മുകളാണ്. ഇനി ഫറസ് കുതിര, ജമൽ ഒട്ടകം, ഖസ്വാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിന് ഉള്ള ഒരു പേരായിരുന്നു ഖസ്വാ. ഷാത്ത് ആട്, ഖിത്ത് പൂച്ച, ഖുറാബ് കാക്ക, സൊക്കർ കഴുകൻ അല്ലെങ്കിൽ പരുന്ത്, അസദ് സിംഹം. ഇതൊക്കെ ജീവികളെ മേലെ അറിയിക്കുന്ന പദങ്ങളാണ്, ഇസ്മുകളാണ്. കംഹ് ഗോതമ്പ്, ഷഈർ ബാർലി, നബാത്ത് സസ്യങ്ങൾ, ഷജറത്ത് മരം, സാജ് തേക്ക്, നാറജീൽ തെങ്ങ് അല്ലെങ്കിൽ തേങ്ങ, വറുദ് റോസാപ്പൂവ്. ഇതൊക്കെ സസ്യങ്ങളുടെ മേൽ അറിയിക്കുന്ന ഇസ്മുകളാണ്. പിന്നെ സഫീനത്ത് കപ്പൽ, ബൈത്ത് വീട്, മസ്ജിദ് എല്ലാവർക്കും അറിയാം പള്ളി, മുസ്തഷ്ഫ ഹോസ്പിറ്റൽ, ഖിതാർ തീവണ്ടി, മത്വം ക്യാൻറ്റീൻ ഭക്ഷണശാല, മത്തോർ എയർപോർട്ട്, ത്വാഇറത്ത് എയറോപ്ലെയിൻ, സയ്യാറത്ത് കാറ്. ഇതൊക്കെ അചേതന വസ്തുക്കളുടെ മേൽ അറിയിക്കുന്ന ഇസ്മുകളാണ്. അദ്ൽ നീതി, ജൗർ അക്രമം, മഅ്റബ് ആവശ്യം, ഹാജത്ത് ആവശ്യം തന്നെ, ബഹൂർ വായനാറ്റം. ഈ സിംഹത്തിനൊക്കെ ഉണ്ടാകുന്ന വായനാറ്റത്തിനാണ് ബഹൂർ എന്ന് പറയുക. ഖുറൈശ് അതൊരു കുടുംബത്തിൻ്റെ പേരാണ്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇസ്മുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കാരണം ഈ പദങ്ങളുടെ അർത്ഥങ്ങൾ അറിയാമെങ്കിൽ മാത്രം ഉത്തരം ലഭിക്കുന്ന ചോദ്യങ്ങൾ PSC എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഇസ്മുകളെക്കുറിച്ച് കലിമത്തിനെക്കുറിച്ച് പറയുമ്പോൾ കലിമത്തിൻ്റെ ഒരു ഭാഗമായ ഇസ്മുകൾ ഒരുപാട് ഇസ്മുകൾ പറയാൻ കാരണം കുറേ ഇസ്മുകൾ നമ്മൾ പരിചയപ്പെടാനാണ്. കാരണം ഇസ്മുകളുടെ അർത്ഥം ലഭിച്ച് കൊണ്ട് മാത്രം ഉത്തരം എഴുതാൻ പറ്റുന്ന പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ കലിമത്തിലെ ഒന്നാമത്തെ ഇനം ഇസ്മാണ്. ആ ഇസ്മിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇനി ഇസ്മുകൾപ്പെട്ട ഒരു വിഭാഗമാണ് അസ്മാഉൽ അഫ്ആൽ, ഇസ്മു ഫീലുകൾ എന്ന് പറയുന്നത്. ഇസ്മു ഫീൽ എന്ന് പറഞ്ഞാൽ ഫിഅലിൻ്റെ അർത്ഥം ഉള്ള ഇസ്മുകൾക്കാണ് ഇസ്മു ഫീൽ എന്ന് പറയാം. ഈ ഇസ്മു ഫീലുകൾ ഫിഅലുകളുടെ അലാമത്തുകളൊന്നും സ്വീകരിക്കുകയില്ല. ഒരു ഫിഅല് അത് ഫിഅലാവാൻ, ഒരു കലിമത്ത് ഫിഅലാവാൻ തിരിച്ചറിയാനുള്ള ഒരുപാട് അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങളൊന്നും ഈ ഇസ്മു ഫീലുകൾക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഫീലുകളുടെ അർത്ഥമുണ്ടെങ്കിലും ഇതൊന്നും ഫീലല്ല എന്ന് പറയുന്നത്. അതേസമയത്ത് ഇസ്മിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളുണ്ട്, അത് വഴിയെ പറയുന്നുണ്ട്. ഈ അടയാളങ്ങളിൽ ചില അടയാളങ്ങളെ ഈ ഇസ്മു ഫീല് സ്വീകരിക്കുന്നുണ്ട്. ആ അടയാളങ്ങൾ ഇസ്മു ഫീലുകളിൽ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇസ്മു ഫീല് അത് ഇസ്മാണെന്ന് പറയാൻ കാരണം. അതിൻ്റെ മായന, അതിൻ്റെ അർത്ഥം ഫീലിൻ്റെ അർത്ഥമാണെങ്കിലും ഇസ്മിൻ്റേതായിട്ടുള്ള അടയാളങ്ങൾ, ഇസ്മിനെ തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങളൊക്കെ ഈ ഇസ്മു ഫീലുകൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇസ്മു ഫീല് ഇസ്മാണെന്ന് പറയാൻ കാരണം. ഏതാവട്ടെ, നമുക്ക് കുറച്ച് ഇസ്മു ഫീലുകൾ പഠിക്കാം. പരീക്ഷയ്ക്ക് കുറേ ഇസ്മു ഫീലുകളെ കുറിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇസ്മു ഫീലുകൾ 3 വിഭാഗമുണ്ട്. അമ്രു ഫീലിൻ്റെ അർത്ഥം വരുന്ന, കൽപ്പനയുടെ മേൽ അറിയിക്കുന്ന ഒരു ഫീല്, ആ ഫീലിൻ്റെ അർത്ഥത്തിന് വരുന്ന ഇസ്മു ഫീലുണ്ട്. അതുപോലെ തന്നെ ഇസ്മു ഫീലിൽ മുലാരിയായ ഫീലിൻ്റെ അർത്ഥത്തിന് വരുന്ന ഇസ്മു ഫീലുകളുണ്ട്. ഇസ്മു ഫീലിൽ മാലിയായ ഫീലിൻ്റെ അർത്ഥത്തിന് വരുന്ന ഇസ്മു ഫീലുകളുണ്ട്. ഉദാഹരണങ്ങൾ നോക്കാം. അമ്രു ഫീലിൻ്റെ അർത്ഥത്തിന് വരുന്ന ഇസ്മു ഫീലുകൾ: ഹയ്യ വരൂ, ഹയ്യാൽ സ്വലാഹ് നിസ്കാരത്തിലേക്ക് വരൂ, അക്ബിൽ എന്നർത്ഥമാണ് ഹയ്യ എന്നതിനുള്ളത്. ദുആ ചെയ്യുമ്പോൾ ആമീൻ എന്ന് പറയാറുണ്ട്, അത് ഒരു ഇസ്മു ഫീലാണ്. റബ്ബേനി ഉത്തരം ചെയ്യണേ എന്നുള്ള ഒരു അമ്രാണ്, ഒരു ദുആ ആണ് അതിൻ്റെ അർത്ഥം. സൊഹ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക. സൊഹ് എന്നും സ്വഹിൻ എന്നൊക്കെ പറയും. സ്വഹിൻ എന്നാൽ ഒന്നും മുണ്ടരുത്, ആരും മുണ്ടരുത്, ഒന്നും മുണ്ടരുത്. ഇതാണ് സ്വഹിൻ എന്നതിനർത്ഥം. ഒരു പ്രത്യേകമായ ഒരു വ്യക്തിയോട് നീ മിണ്ടല്ലേ എന്ന് പറയാൻ സ്വഹ് എന്നുപയോഗിക്കും. ഹലുമ്മ എന്ന് പറഞ്ഞാൽ ഇഖ്തരിബ്, ഇവിടെ അടുത്തുവാ എന്നർത്ഥം. അതൊരു അമ്രു ഫീലാണ്. ദൂനക്ക എന്ന് പറഞ്ഞാൽ ഹുദ്, ഇത് പിടിച്ചോ, ദൂനക്കിൽ കിതാബ്, ഈ കിതാബ് നീ പിടിച്ചോ. അപ്പോൾ ദൂനക്കതിൻ്റെ അർത്ഥം ഹുദ് എന്ന അമ്രു ഫീലിൻ്റെ അർത്ഥമാണ് ദൂനക്കൊക്കെ ഉള്ളത്. അലൈക്ക എന്ന് പറഞ്ഞാൽ നീ ഗൗനിച്ചോ എന്നർത്ഥം, മുറുകെ പിടിച്ചോ എന്നൊക്കെ. ഇപ്പോൾ അലൈക്ക നഫ്സക്, നീ നിൻ്റെ നഫ്സിൻ്റെ കാര്യം ശരിക്കും ശ്രദ്ധിച്ചോ എന്ന് പറയും, ഇൽസം എന്നർത്ഥം.
ഇതൊക്കെ ഒരു അമ്രു ഫീലാണ്. അമ്രു ഫീലിൻ്റെ അർത്ഥത്തിൽ വരുന്ന ഇസ്മു ഫീലുകൾക്കുള്ള ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇസ്മു ഫീലുകൾ ധാരാളമുണ്ട്, ചില ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി മുളാരിയായ ഫീലിൻ്റെ അർത്ഥത്തിൽ വരുന്ന ഇസ്മു ഫീലുകളുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് വേദനിക്കുന്നു എന്നാണ് ആഹു എന്ന ഇസ്മു ഫീലിൻ്റെ അർത്ഥം. വാഹൻ, ഞാൻ അത്ഭുതപ്പെടുന്നു. ഒരു കാര്യം കാണുമ്പോൾ വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖലറ ഇൽ ഖുബ്ബത്തി എന്ന ബൈത്ത് കേട്ടിട്ടുണ്ടാകും. വാഹൻ എന്ന് പറഞ്ഞാൽ ഞാൻ അത്ഭുതം കൂറുന്നു, അത്ഭുതപ്പെടുന്നു. ബഹിൻ എന്ന് പറഞ്ഞാൽ അത് നല്ലതായിട്ട് ഞാൻ കാണുന്നു, ഞാനത് ഉഷാറായി കാണുന്നു എന്നർത്ഥം. ബഹിൻ, ഉഷാറായി. ഉഫിൻ എന്ന് പറഞ്ഞാൽ അതളജറു, എനിക്ക് മടുപ്പ് വരുന്നു. ഇങ്ങനെയുള്ള ഈ മുളാരിയായ പേരിൻ്റെ അർത്ഥത്തിനാണ് ഉഫിൻ, ബഹിൻ, വാഹൻ, എന്നുള്ള ഇസ്മു ഫീലുകൾ. ഇനി മാലിയായ ഫീലിൻ്റെ അർത്ഥത്തിന് വരുന്ന, കഴിഞ്ഞു പോയ കാലത്തിന് മേൽ അറിയിക്കുന്ന ഫീലാണല്ലോ മാലി. ഈ മാലിയുടെ അർത്ഥത്തിന് വരുന്ന ഇസ്മു ഫീലുകളുണ്ട്. ഒരു ഉദാഹരണം ഹൈഹാത്ത എന്ന് പറഞ്ഞാൽ ബഴുത, വിദൂരമായി. ഹൈഹാത്ത സഫീനത്തു, കപ്പൽ വളരെ വിദൂരമായി. ഷത്താന എന്ന് പറഞ്ഞാൽ ഇഫ്തറക്ക, വേർപിരിഞ്ഞു. ഷത്താന സെയ്ദുൻ അമ്രും വേർപിരിഞ്ഞു. ഇങ്ങനെ ഷത്താന എന്ന് പറഞ്ഞാൽ മാലിയായ ഫീലിൻ്റെ അർത്ഥത്തിന് വരുന്ന ഇസ്മു ഫീലാണ്. ഇപ്പോൾ ഒരുപാട് ഇസ്മു ഫീലുകൾ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു. ഈ ഇസ്മു ഫീലുകളുടെയൊക്കെ അർത്ഥങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഇസ്മു ഫീലുകൾ വെച്ചുകൊണ്ടുള്ള കുറച്ച് ജുംലകൾക്കുള്ള ഉദാഹരണം. ഇപ്പോൾ റുവൈദ, അതൊരു ഇസ്മു ഫീലാണ്. റുവൈദ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം അംഹിൽ, നീ താമസം ചെയ്ത് കൊടുക്കുക എന്നാണ്. ഇപ്പോൾ റുവൈദ മുഹമ്മദൻ ലി മുദ്ദത്തി ഷഹരിൻ, ഒരു മാസം മുഹമ്മദിനൊന്ന് അവധി കൊടുക്കുക എന്ന് പറയാറുണ്ട്. ഇപ്പോൾ കടം വാങ്ങിയ പൈസ മുഹമ്മദ് തിരിച്ച് തന്നിട്ടില്ല. അപ്പോൾ മുഹമ്മദിന് വേണ്ടി മറ്റൊരാൾ പറയാണ്, റുവൈദ മുഹമ്മദൻ ലി മുഹമ്മദിനെ കുറച്ച് അവധി കൊടുക്കുക, താമസം ചെയ്ത് കൊടുക്കുക. ലി മുദ്ദത്തി ഷഹരിൻ, ഒരു മാസം വരെ. ഇവിടെ റുവൈദ എന്നുള്ളത് ഒരു ഇസ്മു ഫീലാണ്. എൻ്റെ വാക്കിൻ്റെ അർത്ഥം അംഹിൽ എന്ന അമ്ർ ഫീലിൻ്റെ അർത്ഥമാണ് അതിനുള്ളത്. സൊഹ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നു, ഉസ്കുത്ത്. അപ്പോൾ സൊഹിൻ ഇദാ തകല്ലമൽ ഖതീബ് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരക്ഷരം മിണ്ടരുത്, മിണ്ടരുത്. ഇനി അലൈക്ക എന്ന് പറഞ്ഞാൽ ഇൽസം ഇഹ്തമ ബിഹി എന്നർത്ഥം. നീ ഗൗനിച്ചോ, നീ മുറുകെ പിടിച്ചോ. അലൈക്ക നഫ്സക്ക്, നീ നിൻ്റെ നഫ്സിൻ്റെ കാര്യം വല്ലാതെ ഗൗനിച്ചോ, ശ്രദ്ധിച്ചോ എന്നർത്ഥം. ദൂനക്ക എന്ന് പറഞ്ഞാൽ നീ പിടിച്ചോ. ഹുദുൽ കിതാബ്, ഈ കിതാബ് നീ എടുത്തോ, ഈ കിതാബ് നീ പിടിച്ചോ. ഇതൊക്കെയാണ് ഈ ഇസ്മു ഫീലുകളുടെ അർത്ഥങ്ങൾ. നമ്മൾ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇസ്മിനെ തിരിച്ചറിയാനുള്ള ഒരുപാട് അടയാളങ്ങളുണ്ട് എന്ന്. ചില അടയാളങ്ങൾ തന്നുകൊണ്ട് ഇതിൽ ഇസ്മിനെ തിരിച്ചറിയാൻ അടയാളം ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. ഇസ്മിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ഒന്ന് അൽ ജറു ബിൽ ഹുറൂഫി ഔ ബിൽ ഇലാഫത്തി, ഇലാഫത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഹർഫ് കൊണ്ടോ ജറ് കിട്ടുക എന്നുള്ളതാണ്. ജറ് ചെയ്യുന്ന ധാരാളം ഹർഫുകളുണ്ട്. 19 ഹർഫുകൾ ജറ് ചെയ്യുന്ന ഹർഫുകളാണ് വഴിയെ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ഹർഫാണ് ഫി എന്നുള്ളത്. ഫി എന്ന ഹർഫ് വന്നാൽ ശേഷമുള്ള ഇസ്മിന് ജറ് ലഭിക്കും. അപ്പോൾ ഫി സിയാറത്തിൻ, കുന്തു ഞാനായിരുന്നു, ഫി സിയാറത്തിലായിരുന്നു, സന്ദർശനത്തിനായിരുന്നു. ഇവിടെ ഫി സിയാറത്തിൻ, ഫീൻ്റെ ശേഷം സിയാറത്തിൻ എന്ന് കെസറോട് കൂടെ ജറ് ചെയ്തേ വായിക്കാൻ പറ്റുള്ളൂ. സിയാറത്തൻ എന്നോ സിയാറത്തുൻ എന്നോ വായിക്കാൻ പാടില്ല, സിയാറത്തിൻ എന്ന് വായിക്കണം. ഈ കെസറോട് കൂടെയുള്ള ഈ അവസ്ഥക്കാണ് ജറ് എന്ന് പറയാം. ഈ ജറ് ഇസ്മിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇസ്മിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ജറ് കിട്ടാനുള്ള കാരണം ഒന്നെങ്കിൽ ഫി പോലെയുള്ള ഹർഫുകളാവാം, ജറ് ചെയ്യുന്ന ഹർഫുകളാവാം, അല്ലെങ്കിൽ ഇലാഫത്ത് കൊണ്ടുണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് കുന്തു ഞാനായിരുന്നു, ഫി സിയാറത്തിൻ സന്ദർശനത്തിലായിരുന്നു, മഴ സ്വദീഖി സെയ്ദിൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ. ഇവിടെ സെയ്ദിൻ എന്നുള്ളത് മുലാഫിലേക്കാണ്. സ്വദീഖിനെ സെയ്ദിലേക്ക് നമ്മൾ ചേർത്തു. സ്വദീഖി സെയ്ദിൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ സ്വദീഖ് എന്നതിനെ സെയ്ദിലേക്ക് ചേർത്തു. ഈ സ്വദീഖിന് മുലാഫ് എന്ന് പറയും, സെയ്ദിന് മുലാഫ് ഇലൈഹി എന്ന് പറയും. ഇത് രണ്ടും ഇസ്മുകളാണ്. മുലാഫ് ആവാനും മുലാഫ് ഇലൈഹി ആവാനും ഒക്കെ ഇസ്മുകൾക്കേ കഴിയുള്ളൂ. അപ്പോൾ ഇലാഫത്ത് വന്നാൽ അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് അത് ഇസ്മാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇലാഫത്ത് കൊണ്ടോ ഹർഫ് കൊണ്ടോ ജറ് ലഭിക്കുക എന്നുള്ളത് ആ പദം ഇസ്മാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു അടയാളമാണ്. ഇനി തെൻവീൻ എന്ന് പറഞ്ഞാൽ 2 ഫതഹത്ത് അല്ലെങ്കിൽ 2 കസറത്ത് 2 ലമ്മത്തൊക്കെ വെച്ച് വന്നുകൊണ്ട് നമ്മൾ അലിയൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതിനാണ് തെൻവീൻ എന്ന് പറയാം. ഇപ്പോൾ ജാ അലി വന്നു, ഇവിടെ അലിയുൻ, അവിടെ തെൻവീൻ കണ്ടു. ഈ തെൻവീൻ ഇത് ഇസ്മിൽ മാത്രമേ ഉണ്ടാവുള്ളൂ.
ഇനി നിദാ, നിദാ എന്ന് പറഞ്ഞാൽ വിളിക്കലാണ്. ഉക്തുബി യാ ഫാത്തിമത്തു, ഉക്തുബി എഴുതൂ, യാ ഫാത്തിമത്തു ഓ ഫാത്തിമ. ഇവിടെ ഫാത്തിമനെ വിളിച്ചു, യാ ഫാത്തിമത്തു. യാ എന്ന നിദാഇൻ്റെ അക്ഷരം ഉപയോഗിച്ചുകൊണ്ട്, നിദാഇൻ്റെ ഹർഫ് ഉപയോഗിച്ചുകൊണ്ട് ഫാത്തിമനെ വിളിച്ചു. അപ്പോൾ ഫാത്തിമ എന്നുള്ള മുനാദിയാണ്. അപ്പോൾ ഫാത്തിമ എന്നുള്ള ഇസ്മാണെന്ന് മനസ്സിലായി. കാരണം അത് മുനാദിയായിട്ടാണ് വന്നത്, മുനാദിയായിട്ട് ഇസ്മേ വരുള്ളൂ. മറ്റൊന്നാണ് ലാമു താരീഫ്, താരീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാമ്. ഇപ്പോൾ അസ്സിദ്ഖു യുഹ്ദി ഇലൽ ജന്ന, ഇവിടെ അസ്സിദ്ഖു ഈ അലിഫ്ലാമ്, ഇലൽ ജന്ന അവിടെ അൽ ജന്ന, ഈ അലിഫ്ലാമുകൾ എവിടെ വരുള്ളൂ? ഇസ്മിൽ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ താരീഫിൻ്റെ ലാമ്, അതായത് അലിഫ്ലാമ്, ഈ അലിഫ്ലാം ഇസ്മിൻ്റെ ഒരു അടയാളമാണ്. മറ്റൊന്നാണ് ഇസ്നാദ്. ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഅലിനെ അതിലേക്ക് ചേർത്തി പറയാം. ഇപ്പോൾ ലറബത്തു ഞാൻ അടിച്ചു, എന്നിലേക്ക് ആരെ ചേർത്തു? ലർബ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെ ഈ ഞാൻ എന്നതിലേക്ക് ചേർത്തു. അപ്പോൾ തു എന്നത് ഞാൻ എന്ന അർത്ഥം. ആ ഞാൻ എന്നതിലേക്ക് ലറബ എന്ന ഫീലിനെ ചേർത്തു. അതുകൊണ്ട് തു എന്നുള്ളത് ഇസ്മാണെന്ന് മനസ്സിലാക്കാം. ദമീറുകളൊക്കെ ഇസ്മാണല്ലോ. ഈ തു എന്നുള്ളത് ഇസ്മാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളം ഇവിടെ ഇസ്നാദാണ്. കാരണം അതിലേക്ക് ലർബ് എന്നതിന് ഇസ്നാദ് ചെയ്തു ചേർത്തു. അതുപോലെ തന്നെ മറ്റൊരു അടയാളമാണ് ജം, അതുപോലെ തന്നെ മുസന്ന. ഈ ജംഉം മുസന്നയും ഒക്കെ ഇസ്മിലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മുസ്ലിമൂന, മുസ്ലിമുൻ എന്ന പദത്തിൻ്റെ ജം ആണ് മുസ്ലിമൂന. ഈ മുസ്ലിമൂന ജം ആണല്ലോ, ജം ഇസ്മേ ആവുള്ളൂ. കിതാബാന്, കിതാബുൻ എന്നതിൻ്റെ തസ്നിയ, അതിൻ്റെ ദ്വിവചനാണ് കിതാബാന്. ഈ ദ്വിവചനമാവാനും ബഹുവചനമാവാനും ഒക്കെ ഇസ്മിനെ കഴിയുള്ളൂ. അപ്പോൾ അവ രണ്ടും കണ്ടാൽ അത് ഇസ്മാണെന്ന് മനസ്സിലാക്കാം. അടുത്ത അലാമത്താണ്, അടയാളമാണ് തസ്ഗീർ, ചെറുതാക്കി പറയാം. ഇപ്പോൾ റജുലുൻ, റുജൈൽ, റജുലുൻ എന്ന പുരുഷൻ, റുജൈൽ കുഞ്ഞു പുരുഷൻ. ഇപ്പോൾ ഒരാളെ പരിഹസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടെ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ തസ്ഗീറാക്കാറുണ്ട്. ഇപ്പോൾ അനസുൻ എന്നതിൻ്റെ തസ്ഗീറാണ് ഉനൈസ്, കുഞ്ഞനസ്. അത് സ്നേഹത്തോടെ പറയാണ്. ഈ റജുലുൻ റുജൈൽ ചിലപ്പോൾ പരിഹസിച്ചുകൊണ്ട് പറയായിരിക്കും, അവന് ശരിക്കും ആണല്ല, ഒരു ചെറിയ ആൺകുട്ടിയാണെന്നൊക്കെ പരിഹസിച്ചുകൊണ്ടാവാം. ഇങ്ങനെ പല അർത്ഥത്തിന് വേണ്ടി തസ്ഗീർ ഉപയോഗിക്കാറുണ്ട്. ദിർഹം എന്ന് പറഞ്ഞാൽ ഒരു നാണയം. ദുറൈഹിം ചെറിയ നാണയം. ഉസ്ഫുർ കുരുവി. ഉസൈഫീർ കുഞ്ഞു കുരുവി. ഇങ്ങനെ ചെറുത് എന്നർത്ഥം വരാൻ വേണ്ടി നമ്മൾ ഫുഐൽ ഈ വസനുകൾക്ക് ഉപയോഗിക്കാറുണ്ട്. അതിനാണ് തസ്ഗീർ എന്ന് പറയാം. ഇതും ഇസ്മിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ തസ്ഗീറായിട്ടൊക്കെ ഒരു ഇസ്മ കണ്ടാൽ, ഒരു പദം കണ്ടാൽ അത് പദം ഇസ്മാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തസ്ഗീർ എന്താണെന്ന് പറയുന്നു. തസ്ഗീർ എന്ന് പറഞ്ഞാൽ ഹുവ ഉസ്ലൂബൻ അറബിയുൻ, അതൊരു അറബി ശൈലിയാണ്. യക്കൂനു അല വസ്നി ഫുഐൽ ഔ ഫുഐൽ ഔ ഫുഐൽ, ഫുഐൽ എന്ന രൂപത്തിലോ അല്ലെങ്കിൽ ഫുഐൽ എന്ന രൂപത്തിലോ ഫുഐൽ എന്ന രൂപത്തിലോ ഒക്കെ വരുന്ന ഒരു അറബി ശൈലി. അത് 3 അക്ഷരമുള്ള പദത്തെ തസ്ഗീറാക്കാനാണ് ഫുഐൽ വരിക. റജുൽ, റുജൈൽ. ദിർഹം പോലെ 4 അക്ഷരമുള്ള ഇസ്മിനെ തസ്ഗീറാക്കാനാണ് ഫുഐൽ വര, ദുറൈഹിം. ഉസ്ഫൂർ പോലെ 5 അക്ഷരമുള്ള ഇസ്മിനെ തസ്ഗീറാക്കാനാണ് ഫുഐൽ വസ്ന് വര, ഉസൈഫീർ. ഏതാണ് തസ്ഗീർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മനസ്സിലാക്കുക. ഇതൊക്കെ ഇസ്മിൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ ഇസ്മിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് കലിമത്ത്. 3 ഇനങ്ങളാണ്. ഒന്ന് ഇസ്മാണ്, രണ്ടാമത്തത് ഫിഅലാണ്. ഫിഅൽ എന്ന് പറഞ്ഞാൽ കുല്ലു ലഫ്ദിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൻ ഖാസിൻ. കുല്ലു ലഫ്ദിൻ എല്ലാ പദത്തിനെ കുറിച്ചും ഫിഅൽ എന്ന് പറയാം. യദുല്ലു അലാ ഹുസൂലി അമലിൻ അതൊരു പ്രവൃത്തി നടന്നു എന്നതിൻ്റെ മേൽ അറിയിക്കും. ഫി സമനിൻ ഖാസിൻ ഒരു പ്രത്യേകമായ കാലത്ത്. ഉദാഹരണത്തിന് ഐ മാലിൻ, ഒന്നുകിൽ മാലിയിലാവാം, കഴിഞ്ഞ കാലത്താവാം. ഔ ഹാലിൻ അല്ലെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റിലാവാം. അത് ഇസ്തിഖ്ബാലിൻ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്താവാം. ഇങ്ങനെ 3-4 ഒരു കാലത്ത് ഒരു പ്രവൃത്തി സംഭവിക്കുന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ലഫ്ദുകൾക്കാണ് ഫിഅൽ എന്ന് പറയാം. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഹത്തഫ, അത് മാലിയായ ഫിഅലിന് ഉദാഹരണമാണ്. ഹത്തഫ എന്നാൽ ശബ്ദിച്ചു എന്നർത്ഥം. സ്വാഹ അട്ടഹസിച്ചു, ശബ്ദിച്ചു. അഫ്ഷ പരസ്യമാക്കി. അളുമറ മറച്ചു വച്ചു. ബാലഗ പെരുപ്പിച്ച് കാണിച്ചു. എഴുത്തതല എന്ന് പറഞ്ഞാൽ ഓവറാക്കിയിട്ടുമില്ല എന്നാൽ കുറച്ചിട്ടുമില്ല, ഒരു മധ്യമമായ രൂപത്തിൽ വർക്ക് ചെയ്തു എന്നാണ് എഴുത്തതല. ചൊവ്വായ രൂപത്തിൽ പ്രവർത്തിച്ചു എന്നർത്ഥം. തറദ്ദത എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശങ്കിച്ചു, ചെയ്യണോ ചെയ്യണ്ടേ എന്ന് സംശയിച്ചു. തറദ്ദത. സൊമ്മമ
അറുത്തു മുറിച്ച് തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇങ്ങനെ പല അർത്ഥങ്ങൾക്ക് ഇതൊക്കെ ഇപ്പം മാതിയായ ഫീലാണ്. ഇതൊക്കെ കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു പ്രവൃത്തിയുടെ മേലെ സൂചിപ്പിക്കുന്ന ഫീലാണ് ഈ പറഞ്ഞതൊക്കെ. ഇതൊക്കെ മാതിയായ ഫീൽ എന്ന് പറയും. ഇത് യജിലിസു അവനൊരു പുരുഷൻ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കും. യദ്റുസു അവനൊരു പുരുഷൻ പഠിക്കുന്നു അല്ലെങ്കിൽ പഠിക്കും. യസ്ജുദു സുജൂദ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും. തെർജിഉ അവൾ മടങ്ങുന്നു. അഖൂലു ഞാൻ പറയുന്നു. നുസാഫിറു ഞങ്ങൾ യാത്ര പോകുന്നു അല്ലെങ്കിൽ യാത്ര പോകും. ഇതൊക്കെ മുളാരിയായ ഫീല് എന്നാണ് പറയുക. ഈ ഒരു ഹാലിൻ്റെ മേലിലോ അല്ലെങ്കിൽ ഇസ്തിഖ്ബാലിൻ്റെ മേലൊക്കെ വായിക്കുന്ന ഫീലുകളാണ് ഇതൊക്കെ. ഇതാണ് മുളാരിയായ ഫീൽ എന്ന് പറയാം. ഇനി ഉദുറുസ് നീ പഠിക്ക്. അപ്പോൾ വരാൻ പോകുന്ന കാലത്ത് മുസ്തഖ്ബിലായ സമനിൽ നീ പഠിക്കുക എന്നാണല്ലോ പറയണത്. അവർ പഠിക്കുക എന്ന അർത്ഥമുണ്ട്, പുറമെ മുസ്തഖ്ബിലായ സമൻ എന്ന കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് അമ്രു ഫീൽ, ഇതിന് ഫീൽ എന്ന് പറയും. ഏലം നീ അറിഞ്ഞോ. അക്ബിൽ നീ മുന്നിട്ട് വാ, വരൂ. സല്ലു നിങ്ങൾ നിസ്കരിക്കുവീൻ. തഅല്ലമി നീ പഠിക്കുവീൻ. ഇങ്ങനെയൊക്കെയുള്ള ഫീലുകൾ, ഇതൊക്കെ ഫീലുകളാണ്. കാരണം ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്, പ്രത്യേകമായ കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നതോടൊപ്പം സ്വന്തമായ അർത്ഥമുള്ള കലിമത്തുകളാണിത്. ഇതാണ് ഫീലുകൾ എന്ന് പറയാം. ഫീലുകൾ തിരിച്ചറിയാൻ ഒരുപാട് അടയാളങ്ങളുണ്ട്. ഇസ്മുകൾ തിരിച്ചറിയാൻ അടയാളങ്ങൾ നമ്മൾ പറഞ്ഞു. എന്നതുപോലെ ഫീലുകളെ തിരിച്ചറിയാനും ധാരാളം അടയാളങ്ങളുണ്ട്. ഒന്ന് താ ഉൽ ഫാഇലി, ഫാഇലിൻ്റെ മേൽ അറിയിക്കുന്ന താ, അത് ഫീലെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ്. ഇപ്പോൾ ലറബുത്ത നീ ഒരു പുരുഷൻ അടിച്ചു. കുൽത്തി നീ ഒരു സ്ത്രീ പറഞ്ഞു. സുംതു ഞാൻ നോമ്പ് നോറ്റു. ഇവിടെ ഈ ത അതുപോലെ തന്നെ തീ തു ഇതൊക്കെ ഈ പ്രവൃത്തി ചെയ്ത ഫാഇലിൻ്റെ മേൽ അറിയിക്കുന്ന താകളാണ്. ത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ, തീ എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ, തു എന്ന് പറഞ്ഞാൽ ഞാൻ. ഇങ്ങനെ ഈ പ്രവൃത്തി ചെയ്ത ആളെ സൂചിപ്പിക്കുന്ന താകളാണ് ഈ താകളൊക്കെ. അതുകൊണ്ട് ഈ താ അത് ഫീലിനെ തിരിച്ചറിയാനുള്ള അടയാളമാണ്. ഈ താ ഫീലുകളിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ താ ഏതെങ്കിലും ഒരു ലഫ്സിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ ലഫ്സ് ഫീലാണെന്ന്. അതാണത് ഫീലിൻ്റെ അടയാളമാണ് എന്ന് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. മറ്റൊന്നാണ് താ ഉ തഅനീസ് സാക്കിന, സുക്കൂനുള്ള തഅനീസിൻ്റെ താ, സുക്കൂനുള്ള തഅനീസിൻ്റെ താ. ഉദാഹരണത്തിന് നിഅമത്തിൽ മുർളിഅത്തു മുല കൊടുക്കുന്ന സ്ത്രീ വളരെ ഉഷാർ, അവൾ മദ് ചെയ്യുകയാണ്. അവിടെ നിഅമത്ത് അവിടെ സുക്കൂനാണ്. അല്ല കൂട്ടി വായിക്കുമ്പോൾ നിഅമത്തിൽ മുർളിഅത്തു എന്ന് കൂട്ടി വായിക്കുമ്പോൾ പറയാം കേട്ടോ. അവിടെ എന്താ വെച്ചാൽ നിഅമത്ത് തായിന് സുക്കൂനാണ്. പിന്നെയുള്ളത് അൽ മുർളിയത്തു കൂട്ടി വായിക്കുമ്പോൾ ആ അലിഫ് ഉച്ചരിക്കില്ല. അതിന് വസ്ലിൻ്റെ അലിഫ് എന്ന് പറയാം. കൂട്ടി വായിക്കുന്ന സമയത്ത് കളയപ്പെടുന്ന അലിഫിനാണ് വസ്ലിൻ്റെ അലിഫ് എന്ന് പറയാം. അപ്പോൾ നിഅമത്തിൽ മുർളിയത്തു എന്ന് കൂട്ടി ഒറ്റ വായിക്കുക. അവിടെ അലിഫ് ഉച്ചരിക്കില്ല. പിന്നെ ലാമാണ് ഉച്ചരിക്കുക. ലാമിന് സുക്കൂനാണ്, നിഅമത്ത് എന്ന തായിനും സുക്കൂനാണ്. രണ്ട് സുക്കൂൻ്റെ അക്ഷരങ്ങൾ അടുത്ത് വരുമ്പോൾ ഉച്ചരിക്കൽ പ്രയാസമാണ്. അപ്പോൾ ഒന്നാമത്തെ അക്ഷരത്തിന് കെസർ കൊടുക്കും. ഈ രണ്ട് സുക്കൂനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒന്നാമത്തെ അക്ഷരത്തിന് കെസർ കൊടുക്കും. ഇങ്ങനെ കെസർ കൊടുത്തുകൊണ്ടാണ് വായിക്കുക. അതാണ് നിഅമത്തിൽ മുർളിയത്തു എന്ന് വായിച്ചത്. ശരിക്കും നിഅമത്ത് എന്നാണുള്ളത്. അവിടെ സാക്കിനായ തഅനീസിൻ്റെ താ ആണുള്ളത്. ഏതാവട്ടെ ഈ സാക്കിനായ തഅനീസിൻ്റെ താ അത് ഫീലിനെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ്. കാലത്ത് അടുത്ത് എന്ന സുക്കൂനുള്ള താ ഉണ്ട്, തഅനീസിൻ്റെ താ. അത് കാല എന്നുള്ളത് ഫീലാണെന്ന് അറിയിക്കുന്ന ഒരു അടയാളമാണ്. ഇനി മറ്റൊന്നാണ് യാ ഉൽ മുഖാത്തബത്തിൻ്റെ യാ, നീ ഒരു സ്ത്രീ എന്നർത്ഥം വരുന്ന യാ. ഉദാഹരണത്തിന് കുലി നീ ഭക്ഷിക്കുവിൻ. ഒരു പെണ്ണിനോട് പറയണം, ഒരു സ്ത്രീലിംഗത്തോട് പറയണം കുലി നീ ഭക്ഷിക്കൂ. ഇഷ്റബി നീ കുടിക്കൂ. ഇവിടെ നീ ഒരു സ്ത്രീ എന്നർത്ഥം വരുന്ന യാ ആണ് ഈ യാകൾ. ഇതൊക്കെ അമ്രു ഫീലിലാണ് യാ ഉണ്ടാവുക. ഏതാവട്ടെ ഈ യാ അത് ഫീലിനെ മേൽ അറിയിക്കുന്ന ഒരടയാളമാണ്. പിന്നെ നൂന് തഅക്കീദിൻ്റെ നൂന്, സഖീലയായ നൂനും ഖഫീഫയായ നൂനൊക്കെ ഉണ്ട്. അപ്പോൾ ല യദ്രിബന്ന തീർച്ചയായും എന്നർത്ഥം കിട്ടാനാണത്. ല യദ്രിബന്ന തീർച്ചയായും അവനൊരു പുരുഷൻ അടിക്കും. ഉൻസുറൻ തീർച്ചയായും നീ സഹായിക്ക്. ഇങ്ങനെ ഒരു തീർച്ച എന്നർത്ഥം കിട്ടുന്ന അതിന് വേണ്ടി ഉപയോഗിക്കുന്ന നൂന്. അത് ശബ്ദമുള്ള നൂനുണ്ട്, സുക്കൂനുള്ള നൂനുണ്ട്. ഏതാവട്ടെ ഈ നൂനുകളൊക്കെ ഫീലിൻ്റെ മേൽ അറിയിക്കുന്ന അടയാളങ്ങളാണ്. ഈ നൂന് ഏതെങ്കിലും ഒരു പദത്തിൻ്റെ കൂടെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പദങ്ങൾ ഫീലാണെന്ന്. ഇനിയുള്ളത് ഹർഫാണ്. ഹർഫ് എന്ന് പറഞ്ഞാൽ കുല്ലു ലഫ്ദിൻ ലാ യദ്ഹറു മഅനാഹു കാമിലൻ ഇല്ലാ മഅ ഗൈരിഹി.
നമ്മുടെ ചർച്ച അൽ കലിമത്തു അൻവാളുഹ, അറബി കലിമത്തുകളും അതിൻ്റെ ഇനങ്ങളുമാണ്. അതിൽ ഒന്നാമത്തെ ഇനമാണ് ഇസ്മ്. ഇസ്മിനെ കുറിച്ച് പറഞ്ഞു. 3 കാലങ്ങളിൽ ഒരു കാലത്തിന് മേലും അറിയിക്കാതെ സ്വന്തമായ അർത്ഥമുള്ള പദങ്ങൾക്കാണ് ഇസ്മ എന്ന് പറയുക. രണ്ടാമത് ഫിഅലാണ്. ഫിഅൽ എന്ന് പറഞ്ഞാൽ 3 കാലങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാലത്തിന് മേൽ അറിയിക്കുന്നതോടൊപ്പം സ്വന്തമായ അർത്ഥമുള്ള പദങ്ങൾക്കാണ് ഫിഅലുകൾ എന്ന് പറയുക. അത് നമ്മൾ വിസ്തരിച്ച് പറഞ്ഞു. പിന്നെ മൂന്നാമതാണ് ഹർഫ്. ഹർഫ് എന്ന് പറഞ്ഞാൽ കുല്ലു ലഫ്ദിൻ ലാ യദ്ഹറു മഅനാഹു കാമിലൻ ഇല്ലാ മഅ ഗൈരിഹി. കുല്ലു ലഫ്ദിൻ, എല്ലാ പദങ്ങൾക്കും ഹർഫ് എന്ന് പറയാം. എങ്ങനത്തെ പദങ്ങളാണ്? ലാ യദ്ഹറു മഅനാഹു, അതിൻ്റെ അർത്ഥം പ്രത്യക്ഷമാവില്ല. കാമിലൻ, പരിപൂർണമായിട്ട് മനസ്സിലാവില്ല. ഇല്ലാ മഅ ഗൈരിഹി, മറ്റൊന്നിനോട് കൂടെ കൂടുമ്പോഴല്ലാതെ. സ്വന്തമായിട്ട് അർത്ഥം തനിയെ ഉണ്ടാവില്ല. മറ്റൊന്നിനോട് കൂടെ കൂടുമ്പോൾ സ്വന്തമായിട്ട് അർത്ഥം ചെയ്യും. സ്വന്തമായിട്ടല്ല, മറ്റൊന്നിനോട് കൂടെ കൂടുമ്പോൾ അതിന് പരിപൂർണമായ അർത്ഥം ലഭിക്കും. അതിന് ഉദാഹരണങ്ങളാണ് ഫി, ബി, ബിസ്മില്ല എന്ന് പറയുന്നത് ബി, മിൻ, ഇല, അൽഹംദുലില്ലാഹി എന്ന് പറയുമ്പോൾ ആ ലി എന്ന് പറയുന്ന ലാമ്, ക എന്ന് പറയുന്നത് സെയ്ദുൻ ക അമ്രിൻ, സെയ്ദ് അമ്രിനെ പോലെയാണ്, ഈ പോലെ എന്നർത്ഥം വരുന്ന ഒരു ക. അതുപോലെ തന്നെ ഇന്ന, തീർച്ചയായും സെയ്ദ് ആലിമാണ്, ഇന്ന സെയ്ദൻ ആലിമുൻ, അവിടെ തീർച്ച എന്നർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിച്ച ഒരു അർഫാണ് ഇന്ന. ലൈത്ത, ഔ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അർഫുകളുണ്ട്. ഇതൊന്നും സ്വന്തമായിട്ട് അതിനർത്ഥം ഉണ്ടാവില്ല. ഒരു സെൻറ്റൻസിലൊക്കെ മറ്റൊന്നിൻ്റെ കൂടെ കൂടുമ്പോൾ അതിന് നല്ല പരിപൂർണമായ അർത്ഥം ലഭിക്കുകയും ചെയ്യും. ഇതിനാണ് ഹർഫ് എന്ന് പറയുക. നേരത്തെ നമ്മൾ ഇസ്മിനെ തിരിച്ചറിയൽ അടയാളങ്ങൾ പറഞ്ഞു, ഫീലിനെ തിരിച്ചറിയൽ അടയാളങ്ങൾ പറഞ്ഞു. ഈ 2 അടയാളങ്ങളും സ്വീകരിക്കാതിരിക്കലാണ് ഹർഫിനെ തിരിച്ചറിയാനുള്ള അടയാളം എന്ന് പറയുന്നത്. ഈ ഹർഫുകൾ ഒരുപാട് ഇനങ്ങളുണ്ട്. അതിൽപ്പെട്ട കുറച്ച് ഇനങ്ങൾ മാത്രം നമുക്ക് പറയാം. ഉദാഹരണത്തിന് ഹുറൂഫുൽ ജറ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ശേഷമുള്ള കലിമത്തിന് ജറ് ചെയ്യുന്ന ഹർഫുകൾ. ജറ്, നസ്ബ്, റഫ്അ്, ജസ്മ്, ഇങ്ങനെ 4 ഇറാബുകളാണുള്ളത്. സെയ്ദുൻ എന്ന് വായിക്കുമ്പോൾ അത് റഫ് ആണ്, ലമ്മത്ത് കൊണ്ട് റഫ് ആണ്. സെയ്ദിൻ എന്ന് വായിച്ചാൽ അവിടെ കസറത്ത് കൊണ്ട് ജറാണ്. സെയ്ദൻ എന്ന് വായിച്ചാൽ ഫത്തഹത്ത് കൊണ്ട് നസ്ബാണ്. ഇങ്ങനെ ഫത്തഹ് ഉണ്ടാകുമ്പോൾ നസ്ബ് എന്ന് പറയും, കസർ ഉണ്ടാകുമ്പോൾ ജറ് എന്ന് പറയും, ലമ്മ് ഉണ്ടാകുമ്പോൾ റഫ് എന്ന് പറയും. ഇതാണ് അസ്ലിയായ ഇറാബുകൾ. അതുപോലെ തന്നെ സുക്കൂനാകുമ്പോൾ ജസ്മ് എന്ന് പറയും. ഇപ്പോൾ ലം യഫ് അൽ, അവിടെ സുക്കൂനുകൊണ്ട് ജസ്മ് എന്നാണ്. ഇങ്ങനെ പദത്തിൻ്റെ അവസാനത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ ജറ്, നസ്ബ്, റഫ്, ജസ്മ് എന്നൊക്കെ പറയാം. ഏതാവട്ടെ ഇങ്ങനെ കസറത്ത് കൊണ്ട് ജറ് ചെയ്യുന്ന ഒരുപാട് ഹർഫുകളുണ്ട്. 19 ഹർഫുകളുണ്ട്. ബി, അതായത് ബാ, പിന്നെ മിൻ, ഇല, ഫി, ലാമ്, റുബ്ബ, പിന്നെ റുബ്ബയുടെ അർത്ഥത്തിന് വരുന്ന വാവുണ്ട്. അൻ, അല, തഷ്ബീഹിൻ്റെ കാഫ്, മുദ്, മുന്ത്, ഹത്ത, കസമിന് വേണ്ടി വരുന്ന വാവ്, കസമിന് വേണ്ടി വരുന്ന ബാ, കസമിന് വേണ്ടി വരുന്ന താ, കസം എന്നാണ് സത്യം ചെയ്യുക. വല്ലാഹി അല്ലെങ്കിൽ ബില്ലാഹി അല്ലെങ്കിൽ തല്ലാഹി, അള്ളാഹിനെ തന്നെയാണ് സത്യം എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട് വാവും ബാവും താവൊക്കെ. പിന്നെ ഹാഷ, അദാ, ഹല, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഹർഫുകൾ. അത് ശേഷമുള്ള പദത്തിന് അവ ജറ് ചെയ്യും. ഇപ്പോൾ ബിസ്മില്ലാഹി, ബി എന്ന ഹർഫിന് ശേഷം ഇസ്മി എന്ന് കസർ കൊണ്ടാണ് വായിച്ചത്. ഇങ്ങനെ ശേഷമുള്ള പദത്തിന് ജറ് ചെയ്യുന്ന ഹർഫുകളുണ്ട്. അതുപോലെ തന്നെ ഹുറൂഫുൻ നസ്ബ് ചെയ്യുന്ന ഹർഫുകളുണ്ട്. ശേഷമുള്ള പദത്തിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ. നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ തന്നെ ഫിഅലിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകളുണ്ട്, ഇസ്മിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകളുണ്ട്. ഫീലിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകളാണ് അൻ, ലൻ, കൈ, ഇതൻ. അൻ എന്നതിന് ശേഷം ഫീല് വന്നാൽ ഫീലിന് നസ്ബ് ചെയ്യുമ്പോൾ അൻ യദ്രിബ, അതുപോലെ ലൻ യദ്രിബ, കൈ യദ്രിബ. ഇവിടെയൊക്കെ ഈ ഹർഫുകൾക്ക് ശേഷം ഫീല് വന്നാൽ ഫീലിന് അവ നസ്ബ് ചെയ്യും. എന്നുപോലെ ഇസ്മിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകളുണ്ട്. അതിന് ഉദാഹരണമാണ് വാവ്, മഴിയത്തിൻ്റെ അർത്ഥത്തിന് വേണ്ടി വരുന്ന വാവ്, ഇല്ല, യാ, അയ, ഹയ, ഐ, നിദായിന് വേണ്ടി വരുന്ന അ. ഇതൊക്കെ വാവ് എന്ന് പറഞ്ഞാൽ മഴിയത്തിൻ്റെ അർത്ഥത്തിന് വേണ്ടി വരുന്ന വാവ്. ഇപ്പോൾ ഇസ്തവൽ മാഉ വൽ ഹഷബ എന്ന് പറയും. ഇസ്തവൽ മാഉ, വെള്ളം സമമായി, വൽ ഹഷബ, മരത്തടിയോടുകൂടെ. മരത്തടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളവും മരത്തടിയും സമമായി എന്നാണ് പറയണത്. അവിടെ ഇസ്തവൽ മാഉ വൽ ഹഷബ, ആ വാവ് മഅ എന്ന അർത്ഥത്തിന് വരുന്ന വാവാണ്. ആ വാവ് എന്ത് ചെയ്തു? ശേഷമുള്ള ഇസ്മിനെ നസ്ബ് ചെയ്തു, വൽ ഹഷബ എന്നാണ് വായിച്ചത്. അതുപോലെ തന്നെ ഇല്ല, ജാഅനി ഖൗമുൻ, എൻ്റെ അടുക്കൽ
ആ കൗമ് വന്നു ഇല്ലാ സെയ്തൻ സെയ്ദ് ഒഴികെ. ഇവിടെ ഇല്ല എന്നുള്ളത് സെയ്തൻ എന്ന ഇസ്മിന് നെസ്ബ് ചെയ്തു. ഇങ്ങനെ നെസ്ബ് ചെയ്യുന്ന ഒരുപാട് ഹർഫുകളുണ്ട്. ഹർഫിൻ്റെ കൂട്ടത്തിൽ പെട്ട വേറൊരു വിഭാഗമാണ് ഹുറൂഫുൽ ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ. ശേഷം സുക്കൂൻ കൊണ്ട് ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ. ജസ്മ് ഫീലിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മുളാരിയായ ഫീലിന് ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ. അതിന് ഉദാഹരണമാണ് ഇൻ, ലം, ലമ്മ, പിന്നെ അമ്രിന് വേണ്ടി വരുന്ന ലാമ്, നെഹിക്ക് വേണ്ടി വരുന്ന ലാ, ഇവയൊക്കെ. ഇപ്പോൾ ഇൻ വന്നാൽ ഇൻ തഫ് അൽ, സുക്കൂനോടെ വായിക്കുക, ഇൻ തഫ് അൽ. ഇൻ യദ്രിബ്, അല്ലെങ്കിൽ ലം യൻസുർ, ലം യലിദ്, ലം യൂലദ്. ഇങ്ങനെ ശേഷമുള്ള മുളാരിയായ ഫീലിന് ജസ്മ് ചെയ്യുന്ന ഹർഫുകളുണ്ട്. ഇനി ഹുറൂഫുൽ അത്ഫ് എന്ന് പറയുന്ന അത്ഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫുകളുണ്ട്. നമ്മൾ ആൻഡ് എന്ന് ഉപയോഗിക്കേണ്ടത് സെയ്ദ് ആൻഡ് ബക്കർ, സെയ്ദും ബക്കറും. ഈ ആൻഡ് എന്നുള്ളത് അത്ഫ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെ അത്ഫിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് ഹർഫുകളുണ്ട്. ഔ, ബൽ, ഹത്ത, ഫ, വാവ്, ലാക്കിൻ, സുമ്മ, അം, ഇമ്മ, ല. ഒരു ബൈത്തുണ്ട്. ഹുറൂഫു അത്ഫിൻ ഔവ ബൽ ഹത്ത വഫ വാവുൻ വലാക്കിൻ സുമ്മ അം ഇമ്മ വല. ഹർഫിൻ്റെ അത്ഫിൻ്റെ ഹർഫുകളെ പഠിക്കാനുള്ള ഒരു ഷോർട്ട് ബൈത്താണത്. ഹുറൂഫു അത്ഫിൻ ഔവ ബൽ ഹത്ത വഫ വാവുൻ വലാക്കിൻ സുമ്മ അം ഇമ്മ വല. ഇങ്ങനെയുള്ള ഹർഫു അത്ഫുകളുണ്ട്. ഇനി ഇസ്തിഫാമിന് വേണ്ടി ഉപയോഗിക്കുന്ന, ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫുകളുണ്ട്. ഉദാഹരണത്തിന് സെയ്ദുൻ ആലിമുൻ, സെയ്ദ് ആലിമാണ്. അവിടെ ചോദ്യം ചോദിക്കാണ്, ആ സെയ്ദുൻ ആലിമുൻ, സെയ്ദ് ആലിമാണോ? അല്ലെങ്കിൽ ഹൽ സെയ്ദുൻ ആലിമുൻ, സെയ്ദ് ആലിമാണോ? ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഹർഫുകളുടെ കാറ്റഗറി ധാരാളമുണ്ട്. കുറച്ച് കാറ്റഗറി മാത്രം നമ്മൾ പറഞ്ഞു. ഇവിടെ ഹർഫിനെ കുറിച്ച് പറയുമ്പോൾ 2 ഹർഫുകളെ കുറിച്ച് പ്രത്യേകമായി പഠിക്കാൻ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നതാണ്. നഅം, അതുപോലെ തന്നെ ബല. നഅം എന്ന് പറഞ്ഞാൽ അതെ, ബല, ഇതൊക്കെ ജവാബിന് വേണ്ടി വരുന്ന പദങ്ങളാണ്. ഹുമ ഹർഫ ജവാബിൻ, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്ന 2 ഹർഫുകളാണ് നഅം എന്നുള്ളതും ബല എന്നുള്ളതും. ബൈനഹുമ ഫർഖും ലിസ്തിമാൽ, ഉപയോഗത്തിൽ രണ്ടിൻ്റെ ഇടയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഇവിടെ ബല എന്നുള്ളത് അത് ലി നഫിയിൽ ജഹ്ദി, ജഹ്ദിനെ നിഷേധിക്കാനാണ്. ജഹദ് എന്ന് പറഞ്ഞാൽ നിഷേധം തന്നെയാണ്. ഒരു മൻഫിയായ സെൻറ്റൻസ്, മുസ്ബത്ത് മൻഫി എന്നിങ്ങനെ 2 രൂപത്തിലാണ് സെൻറ്റൻസ് ഉണ്ടാവുക, പോസിറ്റീവ് നെഗറ്റീവ്. ഈ നെഗറ്റീവായ സെൻറ്റൻസിൽ വന്ന ആ ഒരു ജഹദ്, നിഷേധം ഉണ്ടാവുമല്ലോ, ആ നിഷേധത്തെ നിഷേധിക്കാനാണ് ബല വര. ഉദാഹരണം, അലം യഅ്തികും നദീർ, അള്ളാഹു ചോദിക്കാണ് നിങ്ങൾക്ക് വന്നില്ലയോ, അലം യഅ്തികും, നിങ്ങൾക്ക് വന്നില്ലയോ, നദീറുൻ, നിങ്ങളെ തെറ്റിൽ നിന്ന് അകറ്റി നിർത്താൻ, നിങ്ങളെ ഭയപ്പെടുത്തി അറിയിക്കുന്ന പ്രവാചകന്മാർ നിങ്ങൾക്ക് വന്നില്ലയോ. അവിടെ ചോദ്യത്തിൻ്റെ മുമ്പ് ആ ഒഴിവാക്കിയാൽ ലം യഅ്തികും നദീർ, നിങ്ങൾക്ക് റസൂല് വന്നിട്ടില്ല എന്നാണ്. വന്നിട്ടില്ല, അവിടെ അതിന് ചോദ്യക്കാണ് ആ ലം യഅ്തികും നദീർ, നിങ്ങൾക്ക് റസൂല് വന്നിട്ടില്ലയോ. അപ്പോൾ ഉത്തരം പറഞ്ഞു നോക്കൂ, കാലു അവർ പറയാണ് ബലാ. അങ്ങനെ ഉത്തരം റസൂല് വന്നിട്ടില്ല എന്നുള്ളത് ശരിയല്ല, ബലാ, റസൂല് വന്നിട്ടുണ്ട്, റസൂല് വന്നിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ലം യഅ്തികും, റസൂല് വന്നിട്ടില്ല എന്നുള്ള ആ ജഹദ്, നിഷേധം, ആ നിഷേധത്തെ എന്ത് ചെയ്തു, നഫി ചെയ്തു, നിഷേധത്തെ നിഷേധിച്ചു. വന്നിട്ടില്ല എന്നുള്ളത് ശരിയല്ല, മറിച്ച് വന്നിട്ടുണ്ട്, ഇതാണ് ബല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ബല എന്ന് പറഞ്ഞാൽ ജാ അനാ നദീറു, ഞങ്ങൾക്ക് നദീർ വന്നിട്ടുണ്ട് എന്നർത്ഥം. അതായത് നിങ്ങൾ വന്നിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. വേറെ ഉദാഹരണം, മാ അക്കൽത്ത ഷൈഅൻ, നീ ഒന്നും തിന്നിട്ടില്ല, നീ ഒന്നും തിന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മറുപടി പറയാണ് ബല, ആ ഒന്നും തിന്നിട്ടില്ല എന്നുള്ളത് ശരിയല്ല, മറിച്ച് ബല, ഞാൻ തിന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പുള്ള സെൻറ്റൻസിൽ പറഞ്ഞ നഫി എന്താണോ എങ്കിൽ ആ നഫിയെ നഫി ചെയ്ത് മുസ്ബത്താക്കാണ് ബല എന്നത് ചെയ്യുന്നത്. ആ ബല എന്ന് പറഞ്ഞാൽ ഐ അക്കൽത്തു ഷൈഅൻ, ഞാൻ കുറച്ച് തിന്നിട്ടുണ്ട് എന്ന് അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് വേറെ അർത്ഥമാണ് നഅം എന്നതിനുള്ളത്. നഅം എന്നുള്ളത് തസ്ദീഖിന് വേണ്ടിയാണ്. മുമ്പ് എന്താണോ പറഞ്ഞതെങ്കിൽ അതിനെ അതേപടി അംഗീകരിച്ചു കൊടുക്കുക, ഇതാണ് നഅം. ബല എന്നുള്ളത് മുമ്പ് പറഞ്ഞതിനെ നിഷേധിക്കലാണ് ചെയ്യണത്. നഅം എന്നുള്ളതോ മുമ്പ് എന്താണോ പറഞ്ഞത് അത് അതേപോലെയാണ് സ്ഥിരപ്പെടുത്തുക, ഇതിനാണ് നഅം എന്നുള്ളത്. ഉദാഹരണത്തിന് മാ അക്കൽത്ത ഷൈഅൻ, നീ ഒന്നും ഭക്ഷിച്ചിട്ടില്ല, മാ അക്കൽത്ത, നീ തിന്നിട്ടില്ല, ഷൈഅൻ, നീ ഒന്നും ഭക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മറുപടി പറയാണ് നഅം, അതെ. നഅം, അതേ എന്ന് പറഞ്ഞാൽ അതെ, ഞാൻ ഒന്നും ഭക്ഷിച്ചിട്ടില്ല.
അപ്പം മുമ്പ് പറഞ്ഞ ആ കാര്യം അതങ്ങനെ തന്നെ സ്ഥിരപ്പെടുത്തി. മാ അക്കലത്തെ ഷെയ് എന്നുള്ളത് അതങ്ങനെ തന്നെയാണ് എന്നാണ് സ്ഥിരപ്പെടുത്തുക. ഇതിനാണ് നഅം എന്നുള്ളത് വരുന്നത്. അപ്പോൾ നഅം എന്നുള്ളതും ബല എന്നുള്ളതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അലസ്തു ബി റബ്ബിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെല്ലാവരെയും പടച്ചതിന് ശേഷം ചോദിക്കാണ്, അലസ്തു ഞാനല്ലയോ, ബി റബ്ബിക്കും നിങ്ങളുടെ റബ്ബ് അല്ലയോ. ലസ്തു ഞാനല്ല, ബി റബ്ബിക്കും നിങ്ങളുടെ റബ്ബ് അല്ല. അതിലേക്ക് ഹംസ വന്നു, അലസ്തു ഞാൻ അല്ലയോ, ബി റബ്ബിക്കും നിങ്ങളുടെ റബ്ബ് അല്ലയോ. അപ്പോൾ കാലു അവർ പറഞ്ഞു ബല, ആ അല്ല എന്നുള്ളത് ശരിയല്ല, മറിച്ച് ആണ്, ആ ബല എന്നതിൻ്റെ അർത്ഥം. അവിടെ നഅം എന്നാണ് മറുപടി പറഞ്ഞിരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നഅം അതെ, നീ ഞങ്ങളുടെ റബ്ബല്ല എന്ന അർത്ഥം വരാം. അപ്പോൾ നഅം എന്നാണ് അത് പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞവരൊക്കെ കാഫിറാകുമായിരുന്നു. അപ്പോൾ നഅം എന്നതും ബല തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇസ്മിനെ കുറിച്ച് പറഞ്ഞു, ഫീലിനെ കുറിച്ച് പറഞ്ഞു, ഹർഫിനെ കുറിച്ച് പറഞ്ഞു. ഹർഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രധാനമായിട്ടും സൂചിപ്പിക്കേണ്ട ഒരു ഹർഫാണ് ബല, നഅം എന്നുള്ളത്. അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ എന്ത് ചെയ്തു വിശദീകരിച്ചു. ഇനി നമുക്ക് ഈ അറബി കലിമത്തിൽ വരുന്ന ചില പ്രത്യേകമായ മാറ്റങ്ങളെക്കുറിച്ച്, ചില പ്രത്യേകമായ രൂപങ്ങളിൽ അറബി കലിമത്തുകൾ രൂപപ്പെടാറുണ്ട്. അതിൽപ്പെട്ട ഒരു 2-3 കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതേപോലെ നഹ്ത്ത്, തഅരീബ്, ഇഖ്തിറാദ്, ഇങ്ങനെ 3 രീതികൾ സംഭവങ്ങളുണ്ട്. നഹ്ത്ത് എന്ന് പറഞ്ഞാൽ 2 2-ൽ കൂടുതലോ കലിമത്തുകളിൽ നിന്ന് ഒരു കലിമത്ത് ഉണ്ടാക്കുന്നതിനാണ് നഹ്ത്ത് എന്ന് പറയാം. അപ്പോൾ അഹ്ദു കലിമത്തിൻ മിൻ കലിമത്തൈനി ഔ കലിമാത്തിൻ, ഒരു കലിമത്ത് അല്ലെങ്കിൽ ഒരുപാട് കലിമത്തുകൾ അതൊക്കെ വിളക്കി ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു കലിമത്ത് ഉണ്ടാക്കുക. ഉദാഹരണത്തിന് ബസ്മലത്ത്. ബസ്മലത്ത് എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ അർത്ഥം. ബസ്മല, അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഉണ്ടോ. അപ്പോൾ ആ കുറേ കലിമത്തുകൾ എന്ത് ചെയ്തു, ഷോർട്ടാക്കി ഒറ്റ കലിമത്താക്കി മാറ്റി. അതുപോലെ ഹൗക്കല, ഹൗക്കലത്ത് എന്ന് പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ചൊല്ലി എന്നാണ് ഹൗക്കല എന്ന വാക്കിൻ്റെ അർത്ഥം. ഹംദല, ഹംദല എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലി ഹംദല കണ്ടു. അപ്പോൾ ഇങ്ങനെ 2-2-ൽ കൂടുതൽ കലിമത്തുകളിൽ നിന്ന് ഒരു കലിമത്ത് ഉണ്ടാക്കിയെടുക്കുന്ന പണിക്കാണ് നഹ്ത്ത് എന്ന് പറയാം. അപ്പോൾ നമ്മൾ കലിമത്തിൻ്റെ ഇനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മൻഹൂത്തായ കലിമത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല കലിമത്തുകളിൽ നിന്ന് കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു കലിമത്ത് എന്നാണ് മൻഹൂത്തായ കലിമത്ത് എന്ന് ഓർത്തു വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ പറഞ്ഞത്. ഇനി വേറൊരു സംഭവമാണ് തഅരീബ് എന്ന് പറയും. തഅരീബ് എന്ന് പറഞ്ഞാൽ സുബുൽ കലിമാത്തിൽ അഅജമിയത്തി ബി സുബുഗത്തിൻ അറബിയ, അഅജമിയായ കലിമത്തുകളെ, അഅജമിയായ കലിമത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പെട്ടതല്ലാത്ത കലിമത്തുകൾ. ഇങ്ങനെ അറബി ഭാഷയിൽ പെട്ടതല്ലാത്ത കലിമത്തുകളെ അറബി ഭാഷയിലെ കലിമത്തുകളെ പോലെ ഉപയോഗിക്കുക, അതിൻ്റെ അതേ ചായം കൊടുക്കുക, അറബി കലിമത്തുകളുടെ ചായം കൊടുക്കുക. ബി ബഅദ് തഗ്യീർ, ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കൊടുക്കുക. ഇതിനാണ് തഅരീബ് എന്ന് പറയാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നുത്തുക്കുൽ അറബി ബിൽ അൽഫാദി ദാത്തി മഅനൻ മിൻ ഗൈരിൽ അറബിയ. നുത്തുക്കുൽ അറബ്, അറബികൾ പറയൽ എന്തിന്, ബിൽ അൽഫാദി ലഫ്ലുകളെ, ദാത്തി മഅനൻ അർത്ഥമുള്ള ലഫ്ലുകളെ, മിൻ ഗൈരിൽ അറബിയ അറബി അല്ലാത്ത ഭാഷകളിൽപ്പെട്ട പദങ്ങളെ അറബികൾ പറയുക. എങ്ങനെ പറയുക, അലാ മിൻഹാജി നുത്തുഖിഹിം ഫിൽ അറബിയ, അറബി ഭാഷയിൽ അവർ സംസാരിക്കുന്ന ശൈലി എന്താണെങ്കിൽ അതേ ശൈലിയിൽ എന്ത് ചെയ്യുക, അറബി അല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുക. ഇതിനാണ് തഅരീബ് എന്ന് പറയുക. അപ്പോൾ തഅരീബ് എന്ന് പറയുമ്പോൾ അറബി അല്ലാത്ത ഭാഷകളെ അറബികൾ പറയലാണ്. പക്ഷേ അറബികൾ പറയുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർ വരുത്തും. ആ പദം മറ്റ് ഭാഷയിൽ എങ്ങനെയാണോ ആ രൂപത്തിൽ പറയില്ല, ചില മാറ്റം വരുത്തിക്കൊണ്ടേ എന്താവുള്ളൂ പറയുള്ളൂ. ഉദാഹരണത്തിന് തിൽഫൂൻ, ടെലിഫോൺ എന്നുള്ളതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തി തിൽഫൂൻ എന്ന് കൊണ്ടുവന്നു. മസാജ് അവിടെ മസാജ് ഇതൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് വന്ന അറബീകരിച്ച വാക്കുകളാണ്. വേറൊരു വാക്കാണ് ഉസ്താദ്, അത് പേർഷ്യൻ ഭാഷയിൽ നിന്ന് വന്ന ഒരു വാക്കാണ് ഉസ്താദ്. അതിനൊക്കെ അർത്ഥം എല്ലാവർക്കും അറിയാം. അരീക്കത്ത് എന്ന് പറഞ്ഞാൽ അത് യുനാനി ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്ന ഒരു വാക്കാണ് അരീക്കത്ത്, സോഫ എന്നൊക്കെ അർത്ഥം. പിന്നെ ഫുസ്താൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രത്തിനാണ് ഫുസ്താൻ എന്ന് പറയുക. ഫുസ്താൻ വലിയ ജുബ്ബ പോലത്തെ ഒരു മേൽവസ്ത്രം, അത് തുർക്കി ഭാഷയിൽ നിന്ന് വന്ന ഒരു വാക്കാണ്. കേരള, അവിടെ കേരളം എന്നാണ് നമ്മൾ ഉപയോഗിക്കുക, പക്ഷേ ഇത് അറബിക്കോട് ചെറിയ മാറ്റങ്ങൾ വരും. കേരള ഇങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അറബി അല്ലാത്തൊരു പദത്തെ അറബിയാക്കി ഉപയോഗിക്കുന്നതിനാണെന്ന് പറയുക തഅരീബ് എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ ഒരു മുഅറബായ പദങ്ങളാണ്. ഉസ്താദ്, അരീക്കത്ത്, ഫുസ്താൻ, ഇതൊക്കെ മുഅറബായ കലിമത്തുകൾ എന്ന് പറയും. ഇനി മറ്റൊന്നാണ് ഇഖ്തിറാദ് എന്ന് പറഞ്ഞാൽ ഇസ്തിയാറത്തു കലിമത്തിൻ അഅജമിയത്തിൻ
മഅൽ ഇഹ്തിഫാളി ബിനിയത്തിഹ സൗത്തിയ ഫീ ലുഗത്തിൽ അസ്ലിയ. അഴജമി കലിമത്തുകളെ, അറബി അല്ലാത്ത മറ്റ് ഭാഷകളുള്ള കലിമത്തുകളെ ആ ഭാഷകളിൽ അവരെങ്ങനെയാണോ ഉച്ചരിക്കുന്നത് അതേ ഉച്ചാരണത്തോടുകൂടെ ഒരു മാറ്റവും വരുത്താതെ, മിൻ ദൂനി അയ്യി തഗയീരിൻ, ഒരു മാറ്റവും വരുത്താതെ അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഹാദ ടെലിവിഷനും ജദീദുൻ എന്ന് പറഞ്ഞാൽ ആ ടെലിവിഷൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, അങ്ങനെ തന്നെ ഉപയോഗിച്ചു. ഹാദ ടെലിവിഷനുൻ ജദീദുൻ, അല്ലെങ്കിൽ ഹാദ ടെലിവിഷൻ ജദീദ്, ഹാദ ടെലിവിഷൻ ജദീദ്, ഇത് പുതിയ ടെലിവിഷനാണ്. അല്ലെങ്കിൽ ഹാദ മൊബൈൽ ഖദീം, ഇത് പഴയ ഫോണാണ്. അപ്പോൾ ടെലിവിഷൻ, മൊബൈൽ, ഇതൊക്കെ അങ്ങനെ തന്നെ ഉപയോഗിച്ചു, ഒരു മാറ്റം വരുത്താതെ. ഇങ്ങനെ പറയുന്ന വാക്കാണ് ഇഖ്തിറാദ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ കലിമത്തുകൾ പല രൂപങ്ങളിലുണ്ട്. നഹ്ത്ത്, തഅരീബ്, ഇഖ്തിറാദ്. ഇതിൽ നഹ്ത്തും തഅരീബൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഇസ്മുകൾ, അതിനെ പല ഇനങ്ങളാക്കാനുണ്ട്. ഇസ്മുകൾ മുദക്കർ, മുഅന്നസ്, ഇങ്ങനെ നമുക്ക് ഇനങ്ങളാക്കാം. മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദങ്ങൾ. മുദക്കറാണ്. വൽ മുദക്കർ അസുരുൻ ലാ യഹ്താജു ഇല അലാമത്തിൻ. മുദക്കറാണ്, പദങ്ങളുടെ അസുല്, അടിസ്ഥാനം മുദക്കറാണ്. അത് ഒരു പദം മുദക്കറാണെന്ന് അറിയിക്കാൻ പ്രത്യേക അടയാളങ്ങളൊന്നും വേണ്ട, കാരണം അസുലിൽ എല്ലാ പദങ്ങളും മുദക്കറാണ്. വൽ മുഅന്നസ് ഫർഉൻ അലൈഹി, മുഅന്നസ് അതിൽ നിന്ന് പിരിഞ്ഞുണ്ടായ ഇസ്മുകളാണ് മുഅന്നസ്. അതുകൊണ്ട് ഒരു പദം മുഅന്നസ് ആണെന്ന് അറിയിക്കുന്ന ചിലപ്പോൾ അലാമത്തുകൾക്ക് വേണ്ടി വരും. ഈ മുഅന്നസുകൾ തന്നെ പല ഐറ്റുണ്ട്. ഹഖീഖിയായ മുഅന്നസ്, ഗൈറ് ഹഖീഖിയായ മുഅന്നസ്, അതായത് മജാസിയായ മുഅന്നസ്, ഇങ്ങനെ പല മുഅന്നസുകളുണ്ട്. ഹഖീഖിയായ മുഅന്നസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും മുഅന്നസാണ്, അത് ഫർജുള്ള മുഅന്നസുകൾ. ഇപ്പോൾ ഇമ്രത്തുൻ സ്ത്രീ, ബക്രത്തുൻ പശു, ത്വാലിബത്തുൻ വിദ്യാർത്ഥിനി, ഇതൊക്കെ യഥാർത്ഥ മുഅന്നസുകളാണ്, ഫർജുള്ള മുഅന്നസുകളാണ്. ഇതിനാണ് ഹഖീഖിയായ മുഅന്നസ് എന്ന് പറയാം. മജാസിയായ മുഅന്നസ് ഉണ്ട്, അത് ഫർജുള്ള മുഅന്നസൊന്നുമല്ല, മറിച്ച് അറബികൾ അതിനെ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ദാറ്, വീട്, വീട് എന്ന പദം മുഅന്നസായിട്ടാണ് അറബികൾ ഉപയോഗിക്കുക. ഇപ്പോൾ ലീ ദാറുൻ, എനിക്കൊരു വീടുണ്ട്. ബാബുഹ വാസ്യുൻ, ബാബുഹു എന്നല്ല പറയുക, ആ വീടിൻ്റെ വാതിൽ എന്നർത്ഥത്തിന് ബാബുഹു എന്നല്ല പറയുക, ബാബുഹ മുഅന്നസായിട്ടാണ് ലമീർ മടക്കുക. അതുപോലെ തന്നെ അർള്, ഭൂമി, അൽ അർദുൽ മുസ്തദീറു എന്നല്ല പറയുക, അൽ അർദുൽ മുസ്തദീറത്തു, റൗണ്ട് ഷേപ്പിലുള്ള ഭൂമി എന്നതിന് മുസ്തദീറത്തായ ഭൂമി എന്നാണ് പറയുക, മുസ്തദീറത്ത് എന്ന് മുഅന്നസായിട്ടാണ് അർദിന് ഉപയോഗിക്കുക. രിജ്ല്, കാല്, നമ്മളെ അവയവങ്ങളിൽ രണ്ട് ഉള്ളവയുണ്ട്. ഇപ്പോൾ കൈ, യദ്, രിജ്ല് കാല്, ഉദുന് ചെവി, ഇതൊക്കെ രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇങ്ങനെ രണ്ടെണ്ണമുള്ള അവയവങ്ങളെ മുഅന്നസായിട്ടാണ് അറബിയിൽ ഉപയോഗിക്കുക. അപ്പോൾ രിജ്ല്, യദ്, ഉദുന് ഒക്കെ മുഅന്നസാണ്. തഅ്ശീറത്ത്, വിസ, അവിടെ നിന്ന് ഫർജൊന്നുമില്ലല്ലോ, വിസ. തദ്കിറത്ത്, ടിക്കറ്റ്. ബിതാഖത്ത് അല്ലെങ്കിൽ ബതാഖത്ത്, കാർഡ്. ഇങ്ങനെ ഒരുപാട് മുഅന്നസുകളുണ്ട്. ഇതാണ് മജാസിയായ മുഅന്നസ് എന്ന് പറയാം. അതൊരു കാറ്റഗറിയാണ്. ഇനി വേറെ കാറ്റഗറിയാണ് മുഅന്നസ് ലഫ്ദി, മഅനവിയും ലഫ്ദിയുമായിട്ടുള്ള മുഅന്നസ്. ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. ലഫ്ദിയായ മുഅന്നസ് എന്ന് പറഞ്ഞാൽ അതിന് ലഫ്ദ് നോക്കുമ്പോൾ അത് മുഅന്നസാണ്, കാരണം തേനീസിൻ്റെ മേൽ അറിയിക്കുന്ന ചില അടയാളങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ മഅന നോക്കുമ്പോൾ, അതിന് അർത്ഥം നോക്കുമ്പോൾ അത് മുദക്കറാണ്. ഉദാഹരണത്തിന് ഹംസ, മുആവിയ, അൻതറ, അവിടെയൊക്കെ ഹംസത്ത് താ ഉണ്ട്, മുആവിയത്ത് താ ഉണ്ട്, അൻതറത്ത് താ ഉണ്ട്. ഈ താ മുഅന്നസിൻ്റെ മേൽ അറിയിക്കുന്ന അടയാളമാണ്. അപ്പോൾ പദം നോക്കിയാൽ അത് മുഅന്നസാന്ന് തോന്നിപ്പോകും, പക്ഷേ ഇതൊക്കെ പുരുഷന്മാരുടെ പേരാണ്. അപ്പോൾ ഇത് ലഫ്ലിയായ മുഅന്നസാണ്, ലഫ്ലിൽ മാത്രമേ ഇത് മുഅന്നസുള്ളൂ. ഇനി വേറൊരു മുഅന്നസ് ഉണ്ട്, മഅനവിയായ മുഅന്നസ്. അതിന് ഉദാഹരണം സൈനബ്, അത്താൻ, സൈനബ്. പദത്തിൽ എന്തില്ല, തൈനീസിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു അടയാളം ഇല്ല, തൈനീസിൻ്റെ താ ഇല്ല, ഒന്നുമില്ല. പക്ഷേ അർത്ഥം എന്താണ്, ഒരു പെണ്ണിൻ്റെ പേരാണ് സൈനബ്. അത്താൻ എന്ന് പറഞ്ഞാൽ പെൺ കഴുതക്കാണ് അത്താൻ എന്ന് പറയാം. അത്താൻ എന്ന വാക്കിൽ അങ്ങനെ അടയാളങ്ങളൊന്നുമില്ല, ഇത് മുഅന്നസാണെന്ന് അറിയിക്കുന്ന അടയാളങ്ങളൊന്നുമില്ല, പക്ഷേ അത് മുഅന്നസാണ്, അതിൻ്റെ മാന മുഅന്നസാണ്. അപ്പോൾ ഇതിനാണ് മഅനവിയായ മുഅന്നസ് എന്ന് പറയാം. ഈ ചില മുഅന്നസ് മഅനവിയുമാണ് ലഫ്ദിയുമാണ്. കാരണം ലഫ്ദ് നോക്കുമ്പോൾ ലഫ്ദിൽ എന്തുണ്ട്, മുഅന്നസിന് മേൽ അറിയിക്കുന്ന അടയാളങ്ങളുണ്ട്. മഅനയും അങ്ങനെ തന്നെ, അത് മുഅന്നസ് തന്നെയാണ്. ഉദാഹരണത്തിന് ഫാത്തിമത്ത് താ ഉണ്ട്, തൈനീസിന് താ ഉണ്ട് പദത്തിൽ, അത് പദം മുഅന്നസാണ്, അർത്ഥവും മുഅന്നസാണല്ലോ ഫാത്തിമത്ത്. ഹൻസാ എന്ന് പറഞ്ഞാൽ ഒരു ഹംസ, ശേഷം ഒരു ഹംസ ഉണ്ട്, ആ ഹംസ തൈനീസിൻ്റെ മേൽ അറിയിക്കുന്ന
അടയാളമാണ് ഹംസ. ഒരു താ മാത്രമല്ല തനീസിൻ്റെ അടയാളം, വേറെ അടയാളങ്ങളുണ്ട്. ഇപ്പോൾ ഒരു അടയാളമാണ് ഈ ഹംസ എന്നുള്ളത്, മംദൂദായ ഹംസ എന്ന് പറയും. പദം നോക്കുമ്പോൾ അത് മുഅന്നസാണ്, അർത്ഥവും മുഅന്നസ് തന്നെയാണ്. ഇങ്ങനെയുള്ള പദങ്ങൾക്കാണ് ലഫ്ളിയായ മഅനവിയായ മുഅന്നസ് എന്ന് പറയാം. അപ്പോൾ തനീസിൻ്റെ അടയാളങ്ങൾ ഏതൊക്കെയാണ്? അലാമത് തനീസി ഫിൽ അസ്മാ, ഒന്ന് ഹാ ഉ തനീസ്, തനീസിൻ്റെ താ, തനീസിൻ്റെ ഹാ, ഫാത്തിമ, ആയിഷ, ദജാജ, അവിടെയൊക്കെ താ ഉണ്ട്. ഈ താ തനീസിൻ്റെ ഹാ എന്നാണ് പറയാം. ഇത് ഒരു പദം മുഅന്നസാണെന്ന് അറിയിക്കുന്ന അടയാളമാണ്. അതുപോലെ തന്നെ അലിഫുൻ മഖ്സൂറ, മഖ്സൂറായ അലിഫ്, അതുപോലെ തന്നെ അലിഫുൻ മംദൂദായ അലിഫ്, ഇങ്ങനെ രണ്ട് അലിഫുണ്ട്. മഖ്സൂർ എന്നാൽ ചുരുക്കപ്പെട്ടത്, മംദൂദ് നീട്ടപ്പെട്ടത്. ഉച്ചരിക്കുമ്പോൾ തന്നെ മനസ്സിലാവാം. സൽമ, ലൈല, സുഹറ, അത് മഖ്സൂറാണ്, ചുരുക്കി പറയുന്ന അലിഫാണ്. മംദൂദത്തുമ്പോൾ സഹറാ, അസ്മാ, ഖലുറാ, അത് കുറച്ച് നീട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് മഖ്സൂറായ അലിഫും മംദൂദായ അലിഫും. ഏതാണ്ട് ഈ രണ്ട് അലിഫുകൾ ഇത് മുഅന്നസിൻ്റെ മേൽ അറിയിക്കുന്ന, ഒരു പദം മുഅന്നസാണ് എന്നതിന് മേൽ അറിയിക്കുന്ന അടയാളങ്ങളാണ്. അപ്പോൾ ഇസ്മിനെ മുദക്കർ മുഅന്നസ് രണ്ട് കാറ്റഗറിയാക്കാം. മുഅന്നസിന് പല കാറ്റഗറി ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇനി ഇസ്മിനെ തന്നെ വേറൊരു കോലത്തിൽ മുഫ്രദ്, മുസന്ന, ജംഅ് ഇങ്ങനെ കൊണ്ടുവരാം. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചന പദങ്ങളാണ്. ഇപ്പോൾ മുഹമ്മദ്, ഫതൻ ഒരു യുവാവ്, കലമ് ഒരു പേന, ഇമ്രത്ത് ഒരു സ്ത്രീ, ഇങ്ങനെ ഏക വചനങ്ങളാണ് മുഫ്രദ്. മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന് മേൽ അറിയിക്കുന്ന പദങ്ങളാണ് മുസന്ന. മുഹന്ദിസാനി രണ്ട് എഞ്ചിനീയർമാർ, കലമാനി രണ്ട് പേന, മസ്ജിദാനി രണ്ട് പള്ളി, ഇങ്ങനെ ദ്വിവചനങ്ങൾക്കാണ് മുസന്ന എന്ന് പറയാം. അതുപോലെ തന്നെ ജംഅ് എന്ന് പറഞ്ഞാൽ ബഹുവചനങ്ങളാണ്, കുറേ കാര്യങ്ങളുടെ മേൽ അറിയിക്കുന്നത്. ഈ ജംഅ് തക്സീറുണ്ട്, ജംഅ് മുദക്കർ സാലിമുണ്ട്, ജംഅ് മുഅന്നസ് സാലിമുണ്ട്, ഇങ്ങനെ പല വിധമുണ്ട്. ജംഅ് തക്സീർ എന്ന് പറഞ്ഞാൽ മാ ദല്ല അല അക്സറ മിസ്നൈനി ബി തഗയ്യുരി സൂറത്തി മുഫ്രദിഹി, മുഫ്രദായ പദത്തിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് മുഫ്രദിൻ്റെ ആ രൂപമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇങ്ങനെ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കുറേ എണ്ണത്തിന് മേൽ അറിയിക്കുന്ന പദങ്ങൾക്കാണ് ജംഅ് തക്സീർ എന്ന് പറയാം. ഉദാഹരണത്തിന് കുത്തുബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങൾ എന്നർത്ഥം. കിതാബ് എന്നതിൻ്റെ ജംഅ് തക്സീറാണ് കുത്തുബ്. കിതാബ് എന്ന് പറയുമ്പോൾ ഒരു കാഫ്, പിന്നെ താ, പിന്നെ ഒരു അലിഫുണ്ട്, ബാ ഉണ്ട്. കുത്തുബ് എന്ന് ജംആക്കിയപ്പോൾ അതിൽ അലിഫ് പോയി. കിതാബ് എന്നതിൽ തായിന് ഫത്ഹായൊന്നുണ്ടായിരുന്നു, ഇവിടെ കുത്തുബ് എന്ന് പറയുമ്പോൾ അതിന് ലമ്മായി. കിതാബ് കാഫിന് കെസറായിരുന്നുണ്ടായിരുന്നത്, കുത്തുബ് എന്ന് പറയുമ്പോൾ കാഫിന് ലമ്മായി. ഇങ്ങനെ മുഫ്രദിലുണ്ടായിരുന്ന കുറേ അവസ്ഥക്ക് ഒരുപാട് മാറ്റം വന്നുകൊണ്ടാണ് കുത്തുബ് എന്ന ജംഇലുള്ളത്. ഇങ്ങനെ മാറ്റം വരുന്ന ജംഇനാണ് ജംഅ് തക്സീർ എന്ന് പറയാം. അതുപോലെ തന്നെ മദാരിസ്, മദ്റസത്തുൻ എന്നതിൻ്റെ ജംആണ് മദാരിസ്. മദ്റസ എന്ന് പറയുമ്പോൾ ഇടയിൽ അലിഫില്ല, ദാലിൻ്റെയും റായിൻ്റെയും ശേഷം ഒരു ഇടയിൽ ഒരു അലിഫില്ല. പക്ഷേ മദാരിസ് എന്ന ജംഇൽ അങ്ങനെ അലിഫുണ്ട്. മദ്റസ എന്ന് പറയുമ്പോൾ റായിന് ഫത്ഹായിരുന്നു, ദാലിന് സുക്കൂനായിരുന്നു. മദാരിസ് എന്ന് ജമ്മാക്കിയപ്പോൾ ദാലിന് ഫത്തഹും റായിന് കെസറൊക്കെ ആയിട്ട് ആകെ മുഫ്രദിലുണ്ടായിരുന്ന രൂപക്കാകെ മാറി. ഇങ്ങനെയുള്ള ജമ്മിനാണ് ജംഅ് തക്സീർ എന്ന് പറയാം. ഇനി ബുയൂത്ത് എന്നുള്ള ബൈത്തിൻ്റെ ജമ്മാണ്. ബൈത്ത് വീട്, ബുയൂത്ത് വീടുകൾ. ബൈത്ത് എന്ന് പറയുമ്പോൾ ബായിന് ഫത്ഹായിരുന്നു, ബുയൂത്തിൽ ബായിന് ലമ്മായി. ബൈത്തിൽ യായിന് സുക്കൂനായിരുന്നു, ബുയൂത്തിൽ യായിന് ലമ്മായി. ബൈത്തിൽ യായിൻ്റെയും തായിന് ശേഷം വാവ് ഉണ്ടായിരുന്നില്ല, ബുയൂത്തിലൊരു വാവ് എക്സ്ട്രാ വന്നു. ഇങ്ങനെ ആ ഏകവചനത്തിലുണ്ടായിരുന്ന അവസ്ഥ എന്താണ് വെക്കുക, അതൊക്കെ ആകെ മാറി മറിഞ്ഞുകൊണ്ട് വരുന്ന ജമ്മുകൾക്കാണ് ജംഅ് തക്സീർ എന്ന് പറയാം. അതുപോലെ തന്നെ വേറൊരു ജമ്മാണ് ജംഅ് മുദക്കർ സാലിം. ജംഅ് മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ മാ ജുമിയ ബി വാവിൻ വനൂനിൻ, വാവ് നൂന് എക്സ്ട്രാ ഏഡ് ചെയ്തുകൊണ്ട് ജംആക്കുന്ന ജമ്മുകൾക്കാണ് ജംഅ് മുദക്കർ സാലിം എന്ന് പറയാം. ഉദാഹരണത്തിന് മുസാഫിറൂന, മുസാഫിറുൻ എന്നതിൻ്റെ ജമ്മാണ് മുസാഫിറൂന. മുസാഫിർ എന്നതിലേക്ക് ഒരു വാവ് നൂന് ചേർത്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. മുസല്ലൂന, മുസല്ലിൻ എന്നതിലേക്കൊരു വാവ് നൂന് ചേർത്ത് കൊടുത്ത് മുസല്ലൂന എന്നായി. മുഹന്ദിസൂന, മുഹന്ദിസുൻ എന്നതിലേക്കൊരു വാവ് നൂന് ചേർത്ത് കൊടുത്ത് മുഹന്ദിസൂന എന്നായി. ഇങ്ങനെ വാവ് നൂന് കൊണ്ട് ജമ്മാക്കുന്ന ജമ്മിനാണ് ജംഅ് മുദക്കർ സാലിം എന്ന് പറയാം. എഞ്ചിനീയർമാർ മുഹന്ദിസൂൻ, മുസാഫിറൂൻ യാത്രക്കാർ, മുസല്ലൂൻ നിസ്കരിക്കുന്നവർ. ഇനി ജംഅുൽ മുഅന്നസ് സാലിമുണ്ട്. ജംഅുൽ മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ മാ ജുമിയ ബി അലിഫിൻ വ തായിൻ, അലിഫും താവും ചേർത്ത് കൊടുത്തുകൊണ്ട് ജംആക്കുന്ന ജമ്മിനാണ് ജംഅ് മുഅന്നസ് സാലിം എന്ന് പറയാം. ഇപ്പോൾ അൽ ബക്കറാത്ത്, ബക്കറത്തുൻ എന്നതിൻ്റെ ജമ്മ്, ബക്കറത്തിലേക്ക് അലിഫുൻ താവ് കൂട്ടിക്കൊടുത്തു ബക്കറാത്ത്. മുസ്ലിമത്തുൻ, അതിലേക്ക് അലിഫ് താവ് കൂട്ടിക്കൊടുത്തു മുസ്ലിമാത്ത്. കാനിത്തത്തുൻ, അതിലേക്ക് അലിഫും താവ് ചേർത്ത് കൊടുത്തു കാനിത്താത്ത്.
ഇങ്ങനെ അലിഫ് താ കൊണ്ട് ജമ്മാക്കുന്ന ജമ്മിനാണ് മുഅന്നസ് സാലിം എന്ന് പറയുക. ഇങ്ങനെ ഇസ്മിനെ ആദ്യം നമ്മൾ മുദക്കർ മുഅന്നസാക്കി, പിന്നെ മുഫ്രദ്, മുസന്ന, ജം ഇങ്ങനെ വിഭാഗമാക്കി. വേറൊരു കാറ്റഗറിയാണ് ഇസ്മിനെ തന്നെ നക്കിറ, മഅരിഫ ഇങ്ങനെ രണ്ട് കോലത്തിലാക്കാം. നക്കിറ എന്ന് പറഞ്ഞാൽ ഇസ്മു യദുല്ലു അല ഗൈരി മുഅയ്യനിൻ, ഒരു നിർണ്ണയിക്കപ്പെട്ടതല്ലാത്ത ഒരു വസ്തുവിൻ്റെ മേൽ അല്ലെങ്കിൽ വ്യക്തിയുടെ മേൽ അറിയിക്കുന്ന പദങ്ങൾക്കാണ് നക്കിറ എന്ന് പറയാം. ഉദാഹരണത്തിന് ഉസ്താദുൻ, ഒരു ഉസ്താദ് ഏത് ഉസ്താദും ആവാം. ജാമിയത്തുൻ, ഒരു യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റിയും ആവാം. ഇനി നിർണിതമായിട്ടല്ലാത്ത ഒരു വസ്തുവിൻ്റെ മേൽ അറിയിക്കുന്ന പദങ്ങൾക്കാണ് നക്കിറ എന്ന് പറയാം. മഅരിഫ എന്ന് പറഞ്ഞാലോ ഒരു നിർണ്ണയിക്കപ്പെട്ടൊരു വ്യക്തിയുടെ മേൽ അറിയിക്കുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കപ്പെട്ടൊരു വസ്തുവിൻ്റെ മേൽ അറിയിക്കുന്ന നിർണ്ണയിക്കപ്പെട്ട ഒരു ഷൈഇൻ്റെ മേൽ അറിയിക്കുന്ന പദങ്ങൾക്ക് മഅരിഫ എന്ന് പറയും. ഉദാഹരണത്തിന് അല്ലാഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നു നമ്മൾ അല്ലാഹു, ഒരു മുഅയ്യനാണ്. അലി എന്ന ഒരു പ്രത്യേകമായൊരു വ്യക്തിയാണ്. അൻത, നീ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ കുറേ ആൾക്കാരില്ലല്ലോ അതിൽ, നീ ഒരാളല്ലേ ഉള്ളൂ. അൽ ഉസ്താദ്, ആ ഉസ്താദ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു നിർണ്ണയിക്കപ്പെട്ട ഒരു ഷൈഇൻ്റെ മേൽ അറിയിക്കുന്ന പദങ്ങൾ, ഇതാണ് മഅരിഫ എന്ന് പറയാം. ഇനി ഇസ്മിനെ തന്നെ വേറെയും കിസ്മാക്കാം. മുഅറബ്, മബ്നി, ഇങ്ങനെ രണ്ട് രൂപത്തിലാക്കാം. മുഅറബ് എന്ന് പറഞ്ഞാൽ ഇറാബിനെ സ്വീകരിക്കുന്ന ഇസ്മ. ഇറാബ് എന്ന് പറഞ്ഞാൽ കലിമത്തുകൾക്ക് അവസാനത്തിൽ വരുന്ന മാറ്റങ്ങൾക്കാണ് ഇറാബ് എന്ന് പറയാം. അപ്പോൾ അവസാനത്തിൽ മാറ്റം വരുന്ന ഇസ്മുകൾക്ക് മുഅറബ ഇസ്മു എന്ന് പറയും. അവസാനത്തിൽ മാറ്റം വരാത്ത ഇസ്മുകൾക്ക് മബ്നി എന്ന് പറയും. മാ യതഗയ്യറു ആഖിറുഹു ബി തഗയ്യുരിൽ അവാമിൽ ദാഖിലത്തി ഫീഹി, ആമിലുകളുടെ മാറ്റത്തിനനുസൃതമായി അവസാനത്തിൽ മാറ്റം വരുന്ന ഇസ്മുകൾ, ഇതിനാണ് മുഅറബ് എന്ന് പറയാം. ഉദാഹരണത്തിന് ജാഅനി സൈദുൻ, സെയ്ദ് എൻ്റെ അടുക്കൽ വന്നു, അവിടെ സൈദുൻ എന്ന വായിച്ചത് ജാ എൻ്റെ ഫായിലായതുകൊണ്ട്. റഅയ്തു സൈദൻ, ഞാൻ സെയ്ദിനെ കണ്ടു, അവിടെ സെയ്ദൻ എന്ന് നസ്ബ് കൊണ്ടാണ് വായിച്ചത്, റഅയ്തു എന്നതിൻ്റെ മഫ്ഊലായതുകൊണ്ട്. മറർത്തു ബി സെയ്ദിൻ, ഞാൻ സെയ്ദിൻ്റെ അടുത്തുകൂടെ നടന്നുപോയി, അവിടെ സെയ്ദിൻ എന്ന് കസ്ർ കൊണ്ടാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ സെയ്ദുൻ, സെയ്ദൻ, സെയ്ദിൻ, സെയ്ദ് എന്ന പദത്തിന് അവസാന മാറ്റങ്ങൾ സംഭവിച്ചു. ഇങ്ങനെ മാറ്റങ്ങൾ വരുന്ന ഇസ്മിന് മുഅറബ് എന്ന് പറയും. അപ്പോൾ സെയ്ദ് ഒരു മുഅറബായ ഇസ്മാണെന്ന് മനസ്സിലാക്കാം. മബ്നി എന്ന് പറഞ്ഞാൽ മാ ലാ യഖ്ബലുൽ ഇറാബ, ഇത്തരം മാറ്റങ്ങൾ സ്വീകരിക്കാത്ത, ഇത്തരം ഇറാബുകൾ സ്വീകരിക്കാത്ത ഇസ്മിനാണ് മബ്നി എന്ന് പറയാം. മാ ഒരു ഇസ്മ്, ലാ യതഗയ്യറു ആഖിറു, ആ ഇസ്മിൻ്റെ അവസാനം വ്യത്യാസപ്പെടൂല, ബി തഗയ്യുരിൽ അവാമിൽ ദാഖിലത്തി അലൈഹി, ആ ഇസ്മിൽ പ്രവേശിച്ച ആമിലുകളുടെ മാറ്റത്തിനനുസൃതമായി ഈ ഇസ്മിൻ്റെ അവസാനത്തിൽ മാറ്റം വരില്ല. അങ്ങനത്തെ ഇസ്മിനാണ് മബ്നിയായ ഇസ്മുകൾ എന്ന് പറയാം. ഉദാഹരണത്തിന് ജാഅനി ഹ ഉലായി, എൻ്റെ അടുക്കൽ ഈ കൂട്ടർ വന്നു. റഅയ്തു ഹ ഉലായി, ഞാൻ ഈ കൂട്ടരെ കണ്ടു. മറർത്തു ബി ഹ ഉലായി, ഞാൻ ഈ കൂട്ടരുടെ അരികിലൂടെ നടന്നുപോയി. ഇവിടെയൊക്കെ ജാഅനി എന്നതിൻ്റെ ഫായിലാണ് ഹ ഉലായി, റഅയ്തുവിൻ്റെ മഫ്ഊലാണ് ഹ ഉലായി, മറർത്തു ബി ആ ബാ എന്നതിൻ്റെ മജ്റൂറാണ് ഹ ഉലായി. എങ്ങനെ വന്നിട്ടും ഹ ഉലായിക്ക് യാതൊരു മാറ്റവും ഇല്ല. ഹ ഉലായി എന്നുള്ളത് ഹ ഉലായി എന്ന് തന്നെ വന്നത്. അവിടെ ഹ ഉലായി, ഹ ഉലാ ഉ, ഹ ഉലാ ആ, ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടില്ല. ഇങ്ങനെ ഇറാബിനെ സ്വീകരിക്കാത്ത ആമിലുകൾക്കനുസരിച്ചും ഫീലിൻ്റെ ഈ ഇസ്മിൻ്റെ അവസാനം മാറ്റം വരില്ല. അങ്ങനത്തെ ഇസ്മിനാണ് മബ്നിയായ ഇസ്മു എന്ന് പറയാം. ഇങ്ങനെ ഇസ്മുകളെ പല നിലയ്ക്ക് നമുക്ക് കാറ്റഗറിയാക്കി തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി ഫിയലുകളെ കിസ്മാക്കാൻ പറ്റും. ഫിയലുകൾ എങ്കസിമിൽ ഫിയലു മിൻഹൈസു സമനു ഇലാ സലാസത്തി അഖ്സാമിൻ, ഫിയലുകളെ 3 വിഭാഗമാക്കി തിരിക്കാം. മാലി, മുലാരി, അംറു എന്നിങ്ങനെ 3 വിഭാഗമാക്കി തിരിക്കാൻ പറ്റും. മാലി എന്ന് പറഞ്ഞാൽ ഹുവ കുല്ലു ഫീലിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൽ മാലി, കഴിഞ്ഞ കാലഘട്ടത്തിലെ നടന്ന ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന ഫീലിനാണ് മാലിയ ഫീൽ എന്ന് പറയാം. ഉദാഹരണത്തിന് ജറാ, നടന്നു, വഖഫ, നിന്നു, ഇതൊക്കെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന ഫീലുകളാണ്. ഇനി മുലാരി എന്ന് പറഞ്ഞാൽ ഹുവ കുല്ലു ഫീലിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൽ ഹാദിരി അവിൽ മുസ്തഖ്ബിലി, കുല്ലു ഫീലിൻ എല്ലാ ഫീലുമാണ്, യദുല്ലു ആ ഫീൽ അറിയിക്കുന്നു, അലാ ഹുസൂലി അമലിൻ ഒരു പ്രവൃത്തി കരസ്ഥമാവുക, ഒരു പ്രവൃത്തി ഉണ്ടാവുക എന്നതിന് മേൽ, ഫി സമനിൽ ഹാദിരി അവിൽ മുസ്തഖ്ബിലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിലോ, അവിൽ മുസ്തഖ്ബിലി അല്ലെങ്കിൽ ഭാവി കാലത്തോ ഒരു പ്രവൃത്തി സംഭവിക്കുന്നതിന് മേൽ അറിയിക്കുന്ന ഫീലിനാണ് മുലാരി എന്ന് പറയാം. മുലാരിയ ഫീലാകുമ്പോൾ വലാ ബുദ്ധ അയ്യക്കൂന മബ്ദൂഅൻ ബി ഹർഫിൻ മിൻ അഹ്റുഫിൽ മുദാറഅത്തി, മുദാറഅത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്ന കുറച്ച് ഹർഫുകളുണ്ട്. ഈ ഹർഫ് കൊണ്ട് തുടങ്ങപ്പെട്ടതാവൽ നിർബന്ധമാണ്. ഏതാണ് മുദാറഅത്തിൻ്റെ ഹർഫുകൾ? ഹംസ, നൂന്, യാ, ത. ഈ 4 അക്ഷരങ്ങൾ കൊണ്ട് മാത്രമേ മുലാരിയായ ഫീൽ തുടങ്ങാൻ പറ്റൂ. ഉദാഹരണത്തിന് അഗ്സിലു, ഈ ഹംസ, നൂന്, യാ, താഴത്തെ ഒന്നാണ് ഹംസ. അഗ്സിലു ഞാൻ കുളിക്കുന്നു, തഅ്കുലു നീ ഭക്ഷിക്കുന്നു,
യംബഹു ആ പട്ടി കുരക്കുന്നു, നെൽ അബു ഞങ്ങൾ കളിക്കുന്നു. ഇവിടെയൊക്കെ അഗസിലു ഹംസ കൊണ്ട് തുടങ്ങി, തഅ്കുലു താഴ് കൊണ്ട് തുടങ്ങി, യംബഹു യായ് കൊണ്ട് തുടങ്ങി, നെൽ അബു നൂന് കൊണ്ട് തുടങ്ങി. ഇങ്ങനെ അലിഫ് നൂന് അല്ല ഹംസ നൂന് യാ താഴ് ഈ 4 അക്ഷരങ്ങൾ കൊണ്ടാണ് മുദാരിഅ ഫീൽ തുടങ്ങേണ്ടത്. അത് നിർബന്ധമാണ്. മുദാരിഅ ഫീൽ എന്ന് പറഞ്ഞാലും വർത്തമാനകാലത്തോ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്തോ സംഭവിക്കുന്ന പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന ഫീലുകൾക്കാണ് മുദാരിഅ ഫീൽ എന്ന് പറയാം. ഇനി അമ്ര ഫീലുണ്ട്. ഹുവ കുല്ലു ഫീലിൻ യുത്ലബു ബിഹി ഹുസൂലു ഷൈഇൻ ഫി സമ്മനിൽ മുസ്തഖ്ബിലി. ഒരു വരാൻ പോകുന്ന കാലത്ത് ഒരു പ്രവൃത്തി ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ഫീലുകൾക്കാണ് അമ്ര ഫീൽ എന്ന് പറയാം. ഉദാഹരണത്തിന് ഇൽഅബ് നീ കളിക്ക്. നീ കളിക്കുന്നു പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന കാലത്ത് കളി എന്ന് പറയുന്നൊരു പ്രവൃത്തി നിന്നിൽ നിന്നും ഉണ്ടാവണം, ആവശ്യപ്പെടണം. നളിഫ് നീ വൃത്തിയാക്ക് എന്ന് പറയുമ്പോൾ ഒരു വൃത്തിയാക്കുക എന്ന പ്രവൃത്തി വരാൻ പോകുന്ന കാലത്ത് നിന്നിൽ നിന്ന് ഉണ്ടാവണം എന്നാവശ്യപ്പെടാണ്. ഇങ്ങനെ തൊലബിന് വേണ്ടി വരുന്ന ഇത്തരം ഫീലുകൾക്കാണ് അമ്രു ഫീൽ എന്ന് പറയാം. അപ്പോൾ ഇസ്മുകളെ പല കാറ്റഗറിയാക്കി, പലവിധം കാറ്റഗറിയാക്കി, ഫീലുകളെയും പല രൂപത്തിൽ എന്ത് ചെയ്തു കാറ്റഗറിയാക്കി, മാലി മുദാരി അമ്രു എന്നൊക്കെ. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ചെറിയ രത്ന ചുരുക്കം. കലിമത്തുകൾ 3 വിഭാഗം: ഇസ്മ്, ഫീല്, ഹർഫ്. അതിൽ ഇസ്മ് പല കാറ്റഗറി ആക്കാൻ പറ്റും. മുദക്കർ, മുഅന്നസ്, അല്ലെങ്കിൽ മുഫ്രദ്, മുസന്ന, ജംഅ്, നക്കിറ, മാരിഫ, മുഅറബ്, മബിനി. ഇതല്ലാത്ത ഇനിയും ഒരുപാട് കിസ്മുകളുണ്ട്. പിന്നെ ഫീലിനെ അതുപോലെ തന്നെ പല കിസ്മാക്കാം: മാവി, മുദാരി, അമ്ര. ഇനി ഹർഫിനെ പല കിസ്മാക്കാൻ നമ്മൾ പറഞ്ഞു. ഹുറൂഫുൽ ജറുണ്ട്, ഹുറൂഫുൽ നസ്ബുണ്ട്, ഹുറൂഫു ജസ്മുണ്ട്. ഇങ്ങനെ പല കിസ്മുകളുണ്ട്. ഇതാണ് അൽ കലിമത്തു വ അൻവാഉഹ എന്ന പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഅക്കും. ഒരുപാട് നേരം ക്ഷമിച്ച് ക്ലാസ് കേട്ടതിന് എല്ലാവർക്കും വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും ദൈർഘ്യമായ ക്ലാസ് ആവാനുള്ള കാരണം ഈ പാഠത്തിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ മുൻകഴിഞ്ഞ പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതണമെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമല്ലോ എന്ന് കരുതിയിട്ടാണ് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ദൈർഘ്യമായ ഒരു ക്ലാസ് എടുത്തിട്ടുള്ളത്. എല്ലാവരും ക്ലാസ് ശരിക്കും ശ്രദ്ധിക്കുക, നോട്ട്സ് എഴുതി പഠിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നാളെ ഗ്രൂപ്പിൽ ചോദിക്കും. അതിൻ്റെ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് അയച്ചു തരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഈ ക്ലാസ് കേട്ടവരാണോ 100% അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാൻ കഴിയും എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും നല്ല കഠിനാധ്വാനം ചെയ്ത് ഈ PSC എക്സാമിൽ ഉന്നതമായ മാർക്ക്, റാങ്ക് കരസ്ഥമാക്കുമെന്ന് ഉറച്ച് മനസ്സിലായിക്കൊണ്ട് ക്യാപിറ്റൽ വൺ അക്കാദമി എല്ലാവിധ പരിശ്രമങ്ങളും അതിനുവേണ്ടി നടത്തുന്നുണ്ട്. എല്ലാവരും അത് പരമാവധി മുതലെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ക്ലാസ്സിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. ശുക്രൻ ഹുസ്നി ഇസ്തിമാഅക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.